പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കാം. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടി ഒരുമിച്ച് വരാനും ദൈവത്തിൻ്റെ വചനം കേൾക്കാനും ദൈവത്തെ ആരാധിക്കാനും എല്ലാം ദൈവം തരുന്നത് ഒരു അസുലഭമായ അവസരമാണ് ഈ കാലഘട്ടത്തിൽ. അത് ഈ കാലഘട്ടത്തിൽ സത്യത്തിലൊരു ഭാഗ്യമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി, ജീവിതത്തിൻ്റെ ദിശ എങ്ങോട്ടാകുമെന്ന് അറിയാത്ത ഒരു കാലത്ത് കർത്താവിനെ കേൾക്കാൻ കഴിയുന്നത്, ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കാൻ കഴിയുന്നതെല്ലാം ഈ കാലഘട്ടത്തിൽ ഭാഗ്യമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതായത് ദൈവം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും. അതെപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ, ദൈവത്തിൻ്റെ വചനം അവതരിപ്പിക്കുന്ന അങ്ങനെയാണ്. ദൈവം സംസാരിച്ചാൽ, ഇപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ബൈബിൾ വായിച്ചാലും അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം സംസാരിക്കുന്ന അനുഭവം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലാണ് അനുഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനം, ഈ വചനം ബൈബിളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ എഴുതി നമ്മൾ മനസ്സിൽ വായിക്കേണ്ടതല്ല. ദൈവത്തിൻ്റെ വചനം യഥാർത്ഥത്തിൽ അത് ആദ്യത്തെ സ്ഥിതിയിൽ, അതിൻ്റെ ആദ്യത്തെ അവസ്ഥയിൽ ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ്? എഴുതപ്പെട്ടാണോ കിട്ടിയത്, അതോ പറയപ്പെട്ടാണോ കിട്ടിയത്? ഉച്ചരിക്കപ്പെട്ടതാണ് വചനം. അപ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ അത് ഉച്ചരിക്കപ്പെട്ട വചനമാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അട്ടേർഡ് വേർഡാണ്, പ്രൊക്ലെയിംഡ് വേർഡാണ്. അപ്പോൾ അതിങ്ങനെ പറയപ്പെട്ട വചനമാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എവിടാണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ അല്ലേ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നിട്ട് ഭൂമി ഇരുളടഞ്ഞതും ശൂന്യവും ആയിരുന്നു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അടുത്തെന്താണ്? മൂന്നാമത്തെ വാക്യം, ഉൽപ്പത്തി 1:3. ദൈവം അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. ഉണ്ടോ? അപ്പോൾ എന്ത് സംഭവിച്ചു? വെളിച്ചം ഉണ്ടായി. അതങ്ങനെയാണ്. ഉച്ചരിക്കപ്പെടുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുന്നു എന്നതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് അത് ഉച്ചരിക്കപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ, പറയപ്പെടുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ പറ, ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താണോ കേട്ടത് അത് സംഭവിക്കും. അതാണ് വചനത്തിൻ്റെ പ്രത്യേകത. പറ ആമേൻ. അതാണ് വചനത്തിൻ്റെ പ്രത്യേകത. അതിങ്ങനെ വചനം പറയപ്പെടുമ്പോൾ ആ വചനം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് സംഭവിക്കും. അത് യെശയ്യാ പ്രവചനത്തിൻ്റെ 55-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ടത്. യെശയ്യാ പ്രവചനത്തിൻ്റെ 55-ാമത്തെ അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്. യെശയ്യാ 55:10 മുതൽ, മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. ഉറക്കെ വായിക്കാമോ? എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയപ്രദമായി ചെയ്യും. എന്താ വിജയപ്രദമായിട്ട്? ഒന്നുകൂടെ വായിച്ചേ. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു. മഴയും മഞ്ഞും എവിടെ നിന്ന് വരുന്നു? മേളിൽ നിന്ന് വരികയാണ്. അത് അങ്ങോട്ട് മടങ്ങാതെ എന്ന് പറഞ്ഞാൽ വന്ന ഉടനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാൻ തിരക്കുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോകാതെ അത് എന്ത് ചെയ്യുന്നു? അത് ഭൂമിയെ നനയ്ക്കുന്നു. അതാണ് മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അത് തിരിച്ചു പോവാതെ ഭൂമിയെ നനയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ ഭൂമിയെ മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വന്ന് ഭൂമിയെ നനച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? റിസൾട്ടാണ് അടുത്ത വാക്യം. എന്ത് സംഭവിക്കുന്നു? അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകുന്നു. അപ്പോൾ ആദ്യത്തെ റിസൾട്ട് അതാണ്. അത് ഈ മഴയും മഞ്ഞും വന്നാൽ അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം ഉണ്ടാക്കും. ഇനി അത് കഴിഞ്ഞാലോ? വിതയ്ക്കാൻ വിത്തും
ഭക്ഷിക്കാൻ ആഹാരവും. വിത്തും വിത്തും പറ, വിത്തും ബാക്കി പറ, ചോറും. വിത്തും ചോറും എന്ന് പറഞ്ഞാൽ എന്താ? നാളത്തേക്കുള്ളതും ഇന്നത്തേക്കുള്ളതും, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. അത് വിതയ്ക്കാൻ വിത്ത്, വിത്തെന്നും നാളേക്ക് വേണ്ടിയാണ്. നാളേക്ക് വേണ്ടിയുള്ളതും ഇന്നത്തേക്ക് വേണ്ടിയുള്ളതും. അതാണ് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. എങ്ങനെ തന്നെ? എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. എങ്ങനെ തന്നെ? എങ്ങനെ? ആദ്യം മുതൽ മേളിൽ നിന്ന് വരുന്നു, മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു. എൻ്റെ വാക്കും അങ്ങനെ തന്നെ. അപ്പോൾ എവിടുന്ന് വരുന്നു? വാക്ക് എവിടുന്ന് വരുന്നു? അതാണ് ഈ വാക്കിൻ്റെ പ്രത്യേകത. ഇത് ഭൂമി ഉൽപ്പാദിപ്പിച്ച വാക്കല്ലിത്. ഇത് മനുഷ്യൻ്റെ വാക്കല്ല. ഇത് നമ്മൾ ഇറങ്ങി നടന്ന വഴിയോരങ്ങളിലോ ഇടവഴികളിലോ വഴിത്താരകളിലോ മുഴങ്ങിക്കേട്ട മനുഷ്യൻ്റെ വാക്കുകളല്ല. മനുഷ്യൻ്റെ വാക്കുകൾ നമ്മെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്, തളർത്തിയിട്ടുണ്ട്, നമ്മളെ ഭഗ്നാശരാക്കിയിട്ടുണ്ട്, മടുപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രതീക്ഷകളുടെ മുഴുവൻ ആകാശത്തിലും കാർമേഘം മൂടിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ വാക്ക് ഒത്തിരിയൊന്നും നമ്മളെ സഹായിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാക്കല്ലിത്. ഇതെവിടുന്നാണ് വരുന്നേ? ഈ വാക്ക് വരുന്നത് എവിടുന്നാണ്? ഈ വാക്ക് വരുന്നത് ആകാശത്ത് നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ വാക്ക് വരുന്നത് അത്യുന്നതനിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ്. അത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ബൈബിൾ എടുക്കുമ്പോൾ ഓർക്കണം, ഇതിനകത്തുള്ള വാക്കുകൾ മനുഷ്യൻ്റേതല്ല. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. എങ്ങനെ തന്നെ? 1, മേളിൽ നിന്ന് വരുന്നു. 2, അത് തിരിച്ചു പോവാതെ എന്ത് ചെയ്യുന്നു? അത് ചില പ്രവർത്തികൾ ചെയ്യുന്നു. അപ്പോൾ ഒരു വാക്ക് പുറപ്പെട്ടു വന്നാൽ ആ വാക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു പോവില്ല. ആ വാക്ക് അവിടെ കിടക്കും. അതാണ് വീട്ടിലിരുന്ന് ബൈബിൾ വായിച്ചാലുള്ള ഗുണം. അതവിടെ കിടക്കും, തിരിച്ചു പോവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ വന്ന മഴ തിരിച്ചു പോവാത്തതുപോലെ അപ്പോൾ വായിച്ച വാക്ക്, ഉച്ചരിച്ച വാക്ക്, പ്രഘോഷിക്കപ്പെട്ട വാക്ക് എവിടെ കിടക്കും? എവിടെയാണോ അത് വായിച്ചത് അത് അവിടെ കിടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അത് ഭൂമിയെ നനയ്ക്കും. വരണ്ട് കിടക്കുന്ന ഭൂമി, ഒന്നും ഉൽപ്പാദിപ്പിക്കാത്ത ഭൂമി, സസ്യങ്ങളില്ലാത്ത ഭൂമി, ഉൽപ്പത്തി വായിച്ചതുപോലെ പാഴായി കിടന്ന, പതിരായി കിടന്ന, ഇരുളടഞ്ഞു കിടന്ന ഒരു ഭൂമിയിൽ അതെന്ത് ചെയ്യുന്നു? അത് ആ ഭൂമിയെ നനയ്ക്കുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. പിന്നെന്ത് ചെയ്യുന്നു? അടുത്തത്, എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. എങ്ങനെ തന്നെ? വെളിയിൽ നിന്ന് വരുന്നു, അത് ഈ ഭൂമിയെ നനയ്ക്കുന്നു എന്ന് പറഞ്ഞ ഹൃദയത്തെ അത് ആർദ്രമാക്കുന്നു, ഹൃദയത്തിൽ വേണ്ട പ്രവൃത്തികൾ ചെയ്യുന്നു, നിലം ഉഴുത് വൃത്തിയാക്കുന്നു. പിന്നെന്ത് ചെയ്യുന്നു? പിന്നെന്താ ചെയ്യുന്നേ? അതായത് അത് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഉച്ചരിക്കപ്പെട്ട ഓരോ വാക്കും ഇന്നേക്കും എന്നേക്കും എക്കാലത്തേക്കും നമ്മുടെ ജീവിതത്തിന് വേണ്ട വിഭവങ്ങൾ ലഭ്യമാക്കുന്ന വാക്കാണ്. അപ്പോൾ ഒരു വാക്ക്, ഒരു വചനം വായിച്ചാൽ ഓർക്കരുത് അത് ഏതെങ്കിലും ഒരു പ്രത്യേക കാലത്തേക്ക് വേണ്ടി മാത്രം വായിച്ചതാണെന്ന് ഓർക്കരുത്. ചില വാക്കുകൾ എങ്ങനെയാണെന്നറിയാമോ? വിത്ത് പോലാണ്. ഇപ്പം നിങ്ങളൊരു വിത്ത് വിതച്ചാൽ വിത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ ഇന്ന് വിത്ത് വിതച്ചാൽ 10 ദിവസം കൊണ്ട് ചിലപ്പോൾ ഒരു വിത്ത് മുളയ്ക്കുമായിരിക്കും, 15 ദിവസം കൊണ്ട് മുളയ്ക്കുമായിരിക്കും, 5 ദിവസം കൊണ്ട് മുളയ്ക്കുമായിരിക്കും. ചിലപ്പോൾ ചില വിത്തുകൾ വിതച്ചാൽ അത് മന്വന്തരങ്ങൾ, വർഷങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞിട്ടായിരിക്കും ആ വിത്ത് മുളയ്ക്കുന്നത്. മരുഭൂമിയിലൊക്കെ വീഴുന്ന ചില വിത്തുകൾ മുളയ്ക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. വ്യാഴവട്ടങ്ങൾക്ക് ശേഷം മാത്രം മുളയ്ക്കുന്ന വിത്തുകളുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ചില വിത്തുകൾ വർഷം കഴിഞ്ഞായിരിക്കും, ഒരുപാട് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ചില വിത്ത് വിതയ്ക്കപ്പെടാൻ പോകുന്നത്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ചതി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ചാൽ അതിങ്ങനെ ഹൃദയത്തിൽ കിടക്കും. ഏതെങ്കിലും ഒരു കാലത്ത് അത് ആവശ്യം വരുമ്പോഴായിരിക്കും ആ വചനം പുറത്തു വരാൻ പോകുന്നത്. അതാണ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഓരോ വാക്കിൻ്റെയും പ്രത്യേകത. അത് നമുക്ക് വേണ്ട സമയത്ത്, തക്ക സമയത്ത് അത് ഇങ്ങനെ പറയത്തില്ലേ? ഇപ്പോൾ ലൂക്കാ 12:12 ദൈവത്തിൻ്റെ വചനം പറയും, നിങ്ങൾ നാടുവാഴികളുടെയും നിങ്ങൾ ന്യായാധിപന്മാരുടെയും മുമ്പിൽ നിൽക്കേണ്ടി വരും. നോക്കണ്ട, കേട്ടാൽ മതി. അപ്പോൾ നിങ്ങൾ ന്യായാധിപന്മാരുടെ മുമ്പിൽ, നാടുവാഴികളുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും.
അപ്പം നിങ്ങൾ പേടിക്കണ്ട, എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ എന്ത് ചെയ്യും? തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞു തരും. നിങ്ങൾ ഹോംവർക്ക് ചെയ്യേണ്ട അതിന് വേണ്ടിയിട്ട്. ആ സമയത്ത് എന്താ പറയണ്ടേ അത് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചോണം. ദൈവത്തിൻ്റെ ആത്മാവ് തക്ക സമയത്ത് എന്താ പറയണ്ടേ അത് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു തരുന്നത് അന്തരീക്ഷത്തിൽ നിന്ന് അപ്പോൾ പറഞ്ഞു തരുന്നതല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവ് പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞു തരികയല്ല മിക്കപ്പോഴും. മറിച്ച് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വായിച്ച് കേട്ട് ഹൃദയത്തിൽ വെച്ചിരിക്കുന്നത് തക്ക സമയത്ത് ഓർമ്മപ്പെടുത്തി തരും. അതാണ് ഉത്തരം. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിക്കുമുള്ള ഉത്തരം ഈ ബൈബിളിലുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏത് ക്രിട്ടിക്കൽ മൊമെൻറ്റിനെയും ഏത് ഗുരുതരമായ നിമിഷത്തെയും അതിജീവിക്കാനുള്ള വിഭവവും വകുപ്പും അതിനുള്ള വക ഈ പുസ്തകത്തിലുണ്ട്. പ്രശ്നം എവിടാണ്? തക്ക സമയത്ത് ഇത് വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. മനസ്സിലാവുന്നില്ലേ? പറഞ്ഞേ ഹല്ലേലൂയാ. തക്ക സമയത്ത് ഇത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? കിട്ടുന്ന സമയത്ത് ഇത് വായിക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? തക്ക സമയത്ത് ഇത് വരണമെങ്കിൽ തക്ക സമയത്ത് വായിക്കാനിരിക്കരുത്. തക്ക സമയത്ത് ഇത് പുറത്ത് വരണമെങ്കിൽ സമയം കിട്ടുമ്പോഴെല്ലാം ഇത് വായിച്ചുകൊണ്ടിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോഴാണ് തക്ക സമയത്ത് അത് പുറത്ത് വരാൻ പോകുന്നത്. മഴയും മഞ്ഞും വായിച്ചോ. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. അപ്പോൾ ഒരു ചോദ്യം ഇതാണ്, ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ വചനം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന വചനമാണ്. ഈ വചനത്തിന് പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും. ഈ വചനം എൻ്റെ ജീവിതത്തിൽ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന വചനമാണ്. ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്നവരെന്ന് കൈ ഉയർത്തിക്കേ. വെറുതെ പറയണ്ട, ഇത് എനിക്ക് വിശ്വാസമാണിത്. കാരണം ദൈവത്തിൻ്റെ വചനം ഇടപെടും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അത് കർത്താവ് പറയുകയാണ്, അത് ഇടപെടും. ഇനി എങ്ങനെ ഇടപെടുന്നത്? അത് ഫലരഹിതമായി തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. ശ്രദ്ധിക്കുക, അതായത് എഴുതപ്പെട്ട ഓരോ ദൈവവചനത്തിനും മനുഷ്യജീവിതത്തിൽ നിറവേറ്റാൻ ദൈവം വിഭാവനം ചെയ്ത ഉദ്ദേശങ്ങളുണ്ട്. അതായത് ഈ വചനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോ വചനത്തെക്കുറിച്ചും ദൈവം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അത് നിറവേറ്റും. അങ്ങനെ പറയുന്നത്, അത് നിറവേറ്റും. ഉദാഹരണത്തിന് കേട്ടാൽ മതി. മത്തായി 8:16 ഇങ്ങനെ പറയും, അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്തു. കേട്ടേ വചനം? അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾ കേട്ടോണം. ചോദ്യം, ഏത് വചനം കൊണ്ട്? മത്തായി 8:16 അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്തു. ഉത്തരം ക്ലിയറാണ്, അല്ല സംഭവം ക്ലിയറാണ്. അടുത്ത ചോദ്യം, ഏത് വചനം കൊണ്ട്? അതാ പ്രശ്നം. അതായത് അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ വചനമുണ്ട്, ആ വചനം കൊണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വചനം ഏതെങ്കിലും ഒരു കാര്യത്തിന് എടുത്തുപയോഗിക്കുകയല്ല, മറിച്ചൊരു വചനം ഒരു കാര്യത്തിന് വേണ്ടി ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, അപ്പോൾ അതെങ്ങനെ മനസ്സിലാവും? ഈ ബൈബിള് വായിച്ചു പോകുമ്പോൾ അതെങ്ങനെ മനസ്സിലാവും? അതാര് പറഞ്ഞു തരും? ഇത് ഏത് വചനമാണ്? ഈ കാര്യത്തിന് വേണ്ടി ദൈവം സംസാരിച്ച വചനമാണ്. എങ്ങനെ മനസ്സിലാവും? എങ്ങനെ മനസ്സിലാവും? പറ. അതായത് ആ വചനം, അതായത് ഈ വചനം ഈ സമയത്ത് ഉപയോഗിക്കൂ എന്ന് ഈ വചനം എഴുതിയ ആള് പറഞ്ഞു തരും. എപ്പോ? തക്ക സമയത്ത്. അയ്യോ, നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല.
ഈ വചനം എഴുതിയ ആൾ പറഞ്ഞു തരും. എപ്പോഴാണ് പറഞ്ഞു തരുന്നേ? അത് നമുക്ക് നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് ഈ വചനം ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. ആ സമയത്ത് പറഞ്ഞു തരും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ രണ്ട് സഹോദരന്മാർ ഒരിക്കൽ നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ മിഷൻ പ്രദേശത്തിന് പോകാൻ വേണ്ടി, മിഷൻ വർക്കിന് പോകാൻ വേണ്ടി അവർ ആലോചിച്ചപ്പോൾ അവരിവിടെ വന്നു. ആ മുറ്റത്ത് ആ ഭാഗത്ത് ഞാനങ്ങനെ അങ്ങോട്ട് നടന്നു പോവാണ്. അന്നേരം രണ്ടുപേർ ഇറങ്ങി വരികയാണ്. അപ്പോൾ കണ്ടപ്പോൾ നിന്നു സംസാരിച്ചു. ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ പോവാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് മുട്ടുകുത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ പോവാണ്. ഞങ്ങൾ അച്ഛൻ പറയുന്ന പോലെ ചക്കയും മാങ്ങയൊന്നും ചോദിക്കുകയല്ല, ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ സുവിശേഷ വേലയ്ക്ക് പോവാണ്. അപ്പോൾ ഒരു വചനം ചോദിച്ച് പറഞ്ഞതാ ഞങ്ങൾക്ക് പോകുമ്പോൾ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആ സമയത്ത് എനിക്കറിയാവുന്ന എൻ്റെ മനസ്സിൽ കിടന്ന ഒരു വചനം ദൈവത്തിൻ്റെ ആത്മാവ് ഇവർക്ക് വേണ്ടി കൊടുക്കാൻ പ്രേരണ തന്നപ്പോൾ ഞാൻ പറഞ്ഞു ആ വചനം, അത് എനിക്ക് തോന്നുന്നു ജെറമിയ 20:11 ആയിരിക്കണം. ജെറമിയ 20:11. വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിൻ്റെ വലതു ഭാഗത്തുണ്ട്, അതിനാൽ നിൻ്റെ പീഡകരുടെ കാലിടറും, അവർ നിൻ്റെ മേൽ വിജയം വരിക്കില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും, അവർക്കുണ്ടാകുന്ന നിത്യമായ അവമാനം ഒരിക്കലും വിസ്മരിക്കപ്പെട്ടില്ല. അപ്പോൾ ആ വചനം പറഞ്ഞു കൊടുത്തു. പ്രാർത്ഥിച്ചു അവർ പോയി. ഞാൻ പഞ്ചാബിൽ ചെന്നപ്പോൾ ഈ സഹോദരന്മാരെ കണ്ടു. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ മറ്റേ വചനം അത് സൂപ്പറായിരുന്നു, അത് സംഭവമായെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താണ്? അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ഒരു ദേശത്ത് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരാൾ വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെന്തെല്ലാം രീതിയിൽ എന്തെല്ലാം വചനം പറഞ്ഞിട്ടും എങ്ങനെല്ലാം പ്രാർത്ഥിച്ചിട്ടും ഈ മനുഷ്യനുണ്ടാക്കുന്ന ശല്യം ഇല്ലാതാവുന്നില്ല. അങ്ങനെ അവർ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഈ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നമ്മൾ വന്നപ്പോൾ ബൗൺകാറമ്മലിൽ പോയി അനിലച്ചനോട് ചോദിച്ചില്ല, അപ്പോൾ അന്നേരം അച്ഛൻ ഒരു വചനം പറഞ്ഞു തന്നില്ലായിരുന്നോ? അപ്പോൾ അത് മറ്റേ ആൾ പറഞ്ഞു, ജെറമിയ 20:11, നമുക്ക് ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഈ വചനം ഇവിടുന്ന് കൊടുത്തു വിട്ട് ഈ വചനം വെച്ച് അവർ എന്ത് ചെയ്തു, വടക്കേ ഇന്ത്യയിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു വചനം തരണമെന്ന് പറഞ്ഞ് വന്നപ്പോൾ അന്ന് കൊടുത്ത വചനം അവർ ആ വചനം എടുത്ത് ഉച്ചരിച്ച് ഉറക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ആകാംക്ഷയായി, പിന്നെന്ത് സംഭവിച്ചു? ഞാൻ ചോദിച്ചു മറ്റേ ആളെവിടെ, ആളിപ്പോഴുണ്ടോ? അവർ പറഞ്ഞു ആ ആള് ഞങ്ങളുടെ ഒരു പ്രയർ ഗ്രൂപ്പിൽ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാനും ദൈവത്തെ വിളിക്കാനും ഉണ്ട്. ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് പഞ്ചാബിൽ വെച്ച് ആ മിഷണറിമാരുടെ അടുത്ത് നേരിട്ട് പറഞ്ഞാണ്. ഇത് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതായത് അവിടെ അതുകൊണ്ട് അവർ ചോദിച്ചതാണ്, കർത്താവേ അച്ഛാ ഞങ്ങൾ പോവാണ് ഇത് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്നോട് പറയരുത്, എനിക്ക് എല്ലാ സാഹചര്യത്തിലും എല്ലാവർക്കും വേണ്ട വചനം പറഞ്ഞു തരാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ കണ്ടുപിടിച്ചോണം, അത് നിങ്ങൾ ആത്മാവിനോട് ചോദിച്ചോണം. അതായത് നിങ്ങളുടെ ഹൃദയവേദനയിൽ ഹൃദയഭാരത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വായിച്ചിട്ട് അന്നേരം ഈ ചില ആളുകൾ കാണിക്കുന്നൊരു പരിപാടി ഉണ്ട്. എന്താണ്, അന്നേരം ഇങ്ങനെ കണ്ണ് അടച്ചിട്ട് തുറന്നിട്ട് കിട്ടി അതൊന്നും ഏക്കത്തില്ല, അതൊന്നും വലിക്കത്തില്ല കേട്ടോ. അതൊക്കെ ഈ പറയുന്ന പോലെ അങ്ങ് ഈ വല്ലപ്പോഴും കൊള്ളുന്നൊരു ഏറില്ലേ, അതിന് പറയുന്ന പേരെന്താ? എന്താ ചാത്തനേറ്? അതൊന്നുമല്ല. ഈ ഇങ്ങനെ എറിയുമ്പോൾ 100 കല്ലെറിഞ്ഞാൽ ഒരെണ്ണം അത് തന്നെ. അങ്ങനെ പറഞ്ഞുകൂടാ, കണ്ണ് കാണാത്തവർക്ക് വിഷമാവും. കണ്ണ് കാണാത്ത ആളുകൾ മാവേലെറിയുന്നത് പോലെ അല്ലേ, കണ്ണ് കാണാത്ത ആളുകൾ മാവേലെറിയുന്നത് പോലെ. എനിക്ക് തോന്നുന്നു കണ്ണ് കാണാത്തവർക്കാണ് കുറച്ചുകൂടി ഉന്നം. ഇവിടെ കണ്ണ് കാണാത്തൊരു ചേട്ടൻ പണ്ട് വരുമായിരുന്നു, രാമേന്ദ്രൻ നമ്മൾ 100 രൂപയെന്ന് 500 രൂപയെന്ന് പറയും. 100 രൂപ കൊടുത്താൽ രാമേന്ദ്രൻ തപ്പി നോക്കിയിട്ട് പറയും, പറ്റിക്കല്ലേ അച്ഛാ 500 തരാൻ പറയും. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ, 500 നമ്മൾ മാറിപ്പോവാണ്. അപ്പോൾ അന്ധന്മാർക്ക് കുറച്ചുകൂടെ കാഴ്ചയുണ്ട്, പോട്ടെ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കണ്ണടച്ച് തുറന്ന് നോക്കി അത് മറ്റേ അന്ധൻ മാവേലെറിയുന്നത് പോലെയാണ്. മറിച്ച് എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. സമയം കിട്ടുമ്പോഴെല്ലാം ബൈബിൾ എടുത്ത് വായിക്കുക. അങ്ങനെ വായിച്ച് നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനത്തിൻ്റെ ഡിപ്പോസിറ്റ് ഉണ്ടാക്കി വെക്കുക. അങ്ങനെ ഡിപ്പോസിറ്റ് ഉണ്ടാക്കി വെച്ചാൽ ഒരിക്കലും ഇത് ഉച്ചരിച്ച പരിശുദ്ധാത്മാവ് ഒരാവശ്യം വരുമ്പോൾ പറയും, അന്ന് ഞാൻ പറഞ്ഞ നിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന വചനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഈ വചനം എടുത്തോ, അതാണ് ഈ സാഹചര്യത്തിന് പറ്റിയ വചനം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതിന് ചെപ്പടി വിദ്യകൾ ഫലിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം? അതിന് ചിട്ടയായ ബൈബിൾ പാരായണം ഉണ്ടാവണം. എല്ലാ ദിവസവും റെഗുലറായി മുടങ്ങാതെ അനുദിനം വചനം വായിക്കുന്ന ഒരാൾക്ക് തക്ക സമയത്ത് ഇടപെടുന്ന വചനം പുറത്തു വരൂ. ഉച്ചത്തിൽ പറയാമോ ഹല്ലേലൂയാ?
ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്തുദ്ദേശത്തിന് വേണ്ടിയാണോ വചനം ഉച്ചരിച്ചത് അത് ഫലപ്രദമായി നിറവേറ്റും. വായിക്കാമോ? യെശയ്യാ 55:10 മുതൽ വായിച്ചേ. യെശയ്യാ 55:10 മുതൽ. മഴയും മഞ്ഞും, ഉറക്കെ വായിച്ചോ. ബൈബിൾ കൊണ്ടുവരാത്ത സഹോദരന്മാർ സ്ക്രീനിൽ നോക്കി ഉറക്കെ വായിച്ചോ. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. വലത്ത് കൈ ഉയർത്തി വിശ്വാസത്തോടെ ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ദൈവത്തിൻ്റെ പ്രവർത്തിക്കുന്ന വചനത്തിൽ വിശ്വസിക്കുകയും അതിനെ ഏറ്റെടുക്കുകയും ചെയ്യണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു ചിന്ത കാണാൻ പറ്റുന്നത്, മക്കബായരുടെ പുസ്തകം. നമ്മൾ അധികം പരാമർശിച്ചിട്ടില്ലാത്ത ഗ്രന്ഥങ്ങളിലൊന്നാണത്. മക്കബായരുടെ പുസ്തകം ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണത്. ഈ നാളുകളിൽ നമുക്ക് വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഈ മക്കബായരുടെ പുസ്തകം. ഞാൻ അതിൻ്റെ ഒത്തിരി വിശദാംശങ്ങളിലേക്ക് പോകാൻ ഇന്ന് നേരമില്ല. പക്ഷേ അതിൽ നിന്ന് 1-2 കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു ഈ ആദ്യ നിമിഷങ്ങളിൽ. അപ്പോൾ നമുക്ക് എടുക്കാം. അത് മക്കബായരുടെ പുസ്തകം. അത് തോബിത്ത്, യൂദിത്ത്, എസ്തേർ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഈ മക്കബായരുടെ പുസ്തകം. എടുത്തോ, നിങ്ങളുടെ കയ്യിലെ ബൈബിൾ എടുത്ത് മക്കബായരുടെ പുസ്തകം എടുക്കുക. ഈ മക്കബായരുടെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം എന്നെ ശ്രദ്ധിച്ചേ. അതായത് നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാം, എങ്കിലും ഞാൻ പെട്ടെന്നൊന്ന് പറയാം. അബ്രഹാം ബാബിലോണിൽ നിന്ന് യാത്ര തിരിച്ച് കാനാൻ ദേശത്തേക്ക് പോയി. അവിടെ അബ്രഹാം കൂടാരങ്ങളിൽ താമസിച്ചു. അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ മകൻ യാക്കോബും കാനാൻ ദേശത്ത് അപ്പനും അപ്പൻ്റെ അപ്പനും ജീവിച്ചതുപോലെ കൂടാരങ്ങളിൽ ജീവിച്ചു. യാക്കോബിൻ്റെ 12 മക്കളുടെ കാലത്ത് 11ാമത്തെ മകനായ ജോസഫിനെ സഹോദരന്മാർ അസൂയ മൂത്ത് വെറുത്ത് അവനെ പൊട്ടക്കിണറ്റിലിട്ട് ഈജിപ്തിലേക്ക് വിറ്റു. അങ്ങനെ ഈജിപ്തിൽ തന്ന് അവിടെ ജീവിച്ച ജോസഫ് ഒരു 17 വർഷത്തെ നരകയാതനയ്ക്കും അടിമത്തത്തിനും ശേഷം അയാൾ അവിടുത്തെ ഭരണാധികാരിയായി മാറി. ഭരണാധികാരിയെ രാജാവിൻ്റെ 2ാം സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടപ്പോൾ ആ ലോകമാസകലം ഒരു ക്ഷാമമുണ്ടായപ്പോൾ ജോസഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു. അവരവിടെ ഏതാണ്ട് 400 കൊല്ലം ജീവിച്ചു. ആ 400 കൊല്ലം ജോസഫിൻ്റെ മരണത്തിന് ശേഷം അവർ അടിമത്തത്തിലേക്ക് പോയി. പിന്നീട് വന്ന ഫറവോ രാജാവ് അവരെ അടിമകളാക്കി മാറ്റി. ആ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ അവർ പുറത്തു വന്നു. അവർ വീണ്ടും കാനാൻ ദേശത്തേക്ക് യാത്ര തിരിച്ചു. ചെങ്കടൽ പിളർന്ന് മരുഭൂമിയിലേക്ക് കടന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് 46 സംവത്സരമെടുത്ത് അവർ കാനാൻ ദേശത്ത് എത്തിച്ചേർന്നു. അവർ കാനാൻ ദേശത്ത് എത്തിച്ചേർന്നതിന് ശേഷം വീണ്ടും ഒരു 500 വർഷങ്ങൾ കഴിയുമ്പോൾ അവർ വീണ്ടും ബാബിലോൺ രാജാവിൻ്റെ അടിമത്തത്തിലേക്ക്, അബ്രഹാം എവിടെ നിന്ന് യാത്ര ആരംഭിച്ചോ ആ സ്ഥലത്തേക്ക് അവർ നാട് കടത്തപ്പെട്ടു. പിന്നീട് ഒരു 70 കൊല്ലം കഴിഞ്ഞ് അവർ വീണ്ടും നാട് കടത്തപ്പെട്ട ജനം 70 വർഷം കഴിഞ്ഞ് വീണ്ടും ഇസ്രായേലിലേക്ക് കാനാൻ ദേശത്തേക്ക് അവർ തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷമുള്ള കാലം, അതായത് ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയിട്ട് അവർ തിരിച്ചു വന്ന് 70 വർഷം കഴിഞ്ഞ് ആരുടെ നേതൃത്വത്തിലാണ്? എസ്രാ, നെഹമിയ, പിന്നെ ആരാണ്? പിന്നെ യഹോഷാഫാത്ത്, ജോഷുവ, സെറുബാബേൽ തുടങ്ങിയ ആളുകളുടെ, സക്കറിയ, ഹഗ്ഗായി തുടങ്ങിയ പ്രവാചകന്മാർ, ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ ആ ജനം തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും അവർ ദേവാലയം പണിത് അവരിങ്ങനെ കാനാൻ ദേശത്ത് വാസമുറപ്പിക്കുന്ന കാലത്ത് അവരെന്ത് ചെയ്തു? വീണ്ടും ഒരടിമത്തത്തിലേക്ക് പോവാണ്. അപ്പോൾ ബാബിലോൺകാർ, ഇതൊന്ന് ശ്രദ്ധിച്ചോ, ഇതൊന്ന് ഉപകാരപ്പെടും. ബാബിലോൺകാരുടെ അടിമത്തത്തിന് ശേഷം ഇസ്രായേലിനെ ഭരിക്കുന്നത് പേർഷ്യക്കാരാണ്. അപ്പോൾ ശ്രദ്ധിച്ചേ, ആദ്യം ഈജിപ്തിൻ്റെ അടിമത്തം, അവിടുന്ന് മോശയുടെ നേതൃത്വത്തിൽ പുറത്തു വന്ന് ഈ നാട്ടിൽ ജീവിച്ചതിന് ശേഷം വീണ്ടും ഒരു 500 കൊല്ലം കഴിയുമ്പോൾ അവർ വീണ്ടും അടിമത്തത്തിലേക്ക് തിരിച്ചുപോയി. ആ അടിമത്തത്തിലേക്ക് തിരിച്ചു പോകുന്ന ബാബിലോൺ അടിമത്തത്തിലാണ്. ആ ബാബിലോൺ അടിമത്തത്തിന് ശേഷം ഇസ്രായേലിനെ അടിമകളാക്കി വെച്ചിരിക്കുന്നത് ആരാണ്? പേർഷ്യക്കാരാണ്. ഈ പേർഷ്യക്കാർ അടിമകളായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിയുമ്പോൾ എന്തു ചെയ്യും? ഈ പേർഷ്യ സാമ്രാജ്യത്തെ ഗ്രീക്കുകാർ കീഴടക്കും. ഗ്രീക്കുകാരുടെ പ്രധാനപ്പെട്ട രാജാവായ അലക്സാണ്ടർ ചക്രവർത്തി, മഹാനായ അലക്സാണ്ടർ
കീഴടക്കിയതിന് ശേഷം, ഈ പേർഷ്യക്കാരെ കീഴടക്കിയതിന് ശേഷം, അപ്പോൾ ഇസ്രായേൽക്കാർ, യഹൂദജനം ഗ്രീക്കുകാരുടെ അടിമത്തത്തിലായി, അലക്സാണ്ടറിൻ്റെ കീഴിലായി. ഇനി കേട്ടോണം, അലക്സാണ്ടറിൻ്റെ മരണത്തിന് ശേഷം, അലക്സാണ്ടറിൻ്റെ മരണം നിങ്ങൾ കേട്ടിട്ടുണ്ട്, 2 കൈയും ശവപ്പെട്ടിയുടെ പുറത്തോട്ട് വെച്ചിട്ട് ഞാൻ എല്ലാം നേടി, ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചു, ഞാൻ ഒന്നുമില്ലാത്തവനായിട്ട് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അലക്സാണ്ടർ മരിച്ചതിന് ശേഷം ആ യവന സാമ്രാജ്യം 4 സാമ്രാജ്യങ്ങളായി, 4 ജനറൽമാർക്ക്, 4 സേനാധിപന്മാർക്ക് ഈ സാമ്രാജ്യം 4ആയി വിഭജിക്കപ്പെട്ടു. അങ്ങനെ ആ പരമ്പരയിൽ വന്ന കിരാതനായ, നരാധമനായ, അക്രമകാരിയായ, ദൈവനിഷേധിയായ അന്തിക്രിസ്തുവിൻ്റെ പ്രതിരൂപമായ ഒരു രാജാവ് ആ പരമ്പരയിൽ ജന്മമെടുത്തു. അയാളുടെ പേരാണ് അന്തിയോക്കസ് എപ്പിഫാനസ്. ഈ പേര് നിങ്ങൾ ഓർത്തിരിക്കണം. അന്തിക്രിസ്തുവിൻ്റെ നിഴലായി ബൈബിൾ അവതരിപ്പിക്കുന്ന ആള് ഈ അന്തിയോക്കസ് എപ്പിഫാനസ് ആണ്. അങ്ങനെ ഞാൻ പറയാൻ കാരണം, അന്തിക്രിസ്തുവിൻ്റെ ഭരണം എന്ന് പറഞ്ഞ് 3.5 വർഷം വെളിപാട് പുസ്തകത്തിൽ ഒരു സൂചനയുണ്ട്. ഈ അന്തിയോക്കസ് എപ്പിഫാനസിൻ്റെ യഹൂദരെ പീഡിപ്പിക്കുന്ന കാലം 3.5 കൊല്ലമാണ്. അതുകൊണ്ടാണ് ഈ അന്തിയോക്കസിൻ്റെ കാലത്ത് നടന്ന പല സംഭവങ്ങളും യുഗാന്ത്യവുമായി ബന്ധപ്പെട്ട് കർത്താവ് ഈശോ മിശിഹാ കോട്ട് ചെയ്യുന്നുണ്ട്. പോട്ടെ, എന്തോ ആവട്ടെ. അപ്പോൾ ഈ പേരോർത്തിരിക്കണം, അന്തിയോക്കസ് എപ്പിഫാനസ്. അയാൾ ഈ ജെറുസലേമിലേക്ക് വന്നിട്ട് അയാൾ ചെയ്തത്, അയാൾ ദേവാലയം അശുദ്ധമാക്കി. ദേവാലയം അശുദ്ധമാക്കി എന്ന് പറഞ്ഞാൽ യവന ദേവനായ, ഗ്രീക്കുകാരുടെ ദൈവമായ സേവൂസിൻ്റെ ഒരു വലിയ ഒരു പൂർണ്ണകായ പ്രതിമ ദേവാലയത്തിൻ്റെ പ്രധാന ബലിപീഠത്തിനരികെ സ്ഥാപിച്ചു. അതിനെക്കുറിച്ചാണ് ദാനിയേൽ പ്രവചിച്ചത്. വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കും എന്ന് ദാനിയേൽ പ്രവചിച്ചത് അന്തിയോക്കസ് എപ്പിഫാനസ് സേവൂസിൻ്റെ പ്രതിമ പ്രധാന ബലിപീഠത്തിനടുത്ത് സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ്. അത് ഈശോ മിശിഹാ കോട്ട് ചെയ്യുന്നുണ്ട്. മത്തായി 24 ഈശോ ഇത് കോട്ട് ചെയ്യുന്നുണ്ട്. വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ. അവർ നഗരങ്ങളിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോവട്ടെ, പലായനം ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് കർത്താവ് ഈശോ മിശിഹാ ഉദ്ധരിക്കുന്നത് ഈ അന്തിയോക്കസ് എപ്പിഫാനസിൻ്റെ കാലത്ത് നടന്ന ഈ ഡെസക്രേഷനാണ്, ദേവാലയം മലിനമാക്കിയതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ അന്തിയോക്കസ് എപ്പിഫാനസിൻ്റെ മതമർദ്ദന കാലത്ത് അയാൾ എന്ത് ചെയ്തു? അയാൾ ഒന്നാമത് ചെയ്തത് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു. രണ്ടാമത് അയാൾ ചെയ്തത് ദേവാലയം അയാൾ വേശ്യാലയമാക്കി. ദ ടെമ്പിൾ ഹാസ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു എ ബ്രോത്തൽ ഹൗസ്. ദേവാലയം പ്രോസ്റ്റിറ്റ്യൂഷൻ ഹൗസ് ആയിട്ട് മാറ്റി. ദേവാലയത്തിൻ്റെ വരാന്തകൾ, ദേവാലയത്തിന് ചേർന്നുള്ള മുറികൾ വേശ്യാലയങ്ങളാക്കി മാറ്റി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കാലാന്തരത്തിൽ ദൈവം തിരഞ്ഞെടുത്തൊരു ജനതയ്ക്ക് സംഭവിച്ച അധപ്പതനത്തിൻ്റെ ആഴം വിവരിക്കുന്ന ഏടുകളും ചരിത്രവും ഗ്രന്ഥവുമാണിത്. അതായത് ഇത് ദൈവം തിരഞ്ഞെടുത്തൊരു ജനതയ്ക്ക് സംഭവിച്ചതാണ്. ദൈവം തിരഞ്ഞെടുത്ത് കണ്ണിലുണ്ണിയായി കാത്തു സൂക്ഷിച്ച ഒരു ജനതയ്ക്ക് സംഭവിച്ചതാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയം വേശ്യാലയമായി മാറി. അപ്പം അദ്ദേഹം അങ്ങനെ ആ കാലഘട്ടത്തിൽ ചെയ്ത ചില നിന്ദ്യപ്രവൃത്തികളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. മക്കവായരുടെ 1-ാം പുസ്തകത്തിൽ തുറക്കാം. മക്കവായരുടെ 1-ാം പുസ്തകം 1-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യം. 1 മക്കവായർ 1-ാം അധ്യായം 37 വായിക്കാമോ? വിശുദ്ധ സ്ഥലത്തിന് ചുറ്റും അവർ നിഷ്കളങ്ക രക്തം ചിന്തി, വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുക പോലും ചെയ്തു. ജെറുസലേം നിവാസികൾ അവരെ ഭയന്ന് ഓടിപ്പോയി. അവൾ വിദേശീയരുടെ വാസസ്ഥലമായി പരിണമിച്ചു. സ്വന്തം സന്താനങ്ങൾക്ക് അവൾ അന്യയായി. സ്വന്തം മക്കൾ അവളെ ഉപേക്ഷിച്ചു. അവളുടെ വിശുദ്ധ സ്ഥലം മരുഭൂമിക്ക് തുല്യം വിജനമായി. തിരുനാളുകൾ വിലാപദിനങ്ങളായി, സാബത്തുകൾ പരിഹാസ വിഷയമായി. അവരുടെ കീർത്തി അപമാനിക്കപ്പെട്ടു. അപകീർത്തി മുൻ മഹത്വത്തിനൊപ്പം അവളെ ചുറ്റി നിന്നു. അവരുടെ ഔന്നത്യം വിലാപത്തിന് വഴിമാറി. ഇനി താഴോട്ട് വരുമ്പോൾ 45-ഉം 47-ഉം 45 മുതൽ 45 വായിച്ചേ, 45 മുതൽ 47 വരെ വായിച്ചേ. വിശുദ്ധ സ്ഥലത്ത് ദഹന ബലികളും പാനീയ ബലികളും ഇതര ബലികളും അവൻ നിരോധിച്ചു. സാബത്തുകളും തിരുനാളുകളും അശുദ്ധമാക്കണമെന്നും വിശുദ്ധ സ്ഥലത്തെയും പുരോഹിതന്മാരെയും കളങ്കപ്പെടുത്തണമെന്നും വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളും ക്ഷേത്രങ്ങളും കാവുകളും നിർമ്മിക്കണമെന്നും പന്നികളെയും അശുദ്ധ മൃഗങ്ങളെയും ബലിയർപ്പിക്കണമെന്നും അവൻ കൽപ്പിച്ചു. പരിച്ഛേദനം നിരോധിച്ചു. ഇതൊക്കെ സൂക്ഷിച്ചു വായിച്ചോണം. ഇതെല്ലാം ഇത് കാലാന്തരത്തിൽ
അന്ത്യക്രിസ്തുവിൻ്റെ വാഴ്ചയിൽ യുഗാന്ത്യത്തിൻ്റെ അടയാളങ്ങളിൽ കർത്താവ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അതിന് സൂചന തരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അന്ത്യകാലത്ത് സംഭവിക്കും. അപ്പോൾ അച്ഛന്മാരെല്ലാം ഇങ്ങനെ കാണിക്കുന്നേ എന്ന് നിങ്ങൾ അതിശയപ്പെടണ്ട, ഇതങ്ങനെ ആവും. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? അല്ലെങ്കിൽ കന്യാസ്ത്രീകളെന്താ ഇങ്ങനെ കാണിക്കുന്നേ എന്ന് പറഞ്ഞ് മൂക്കത്ത് വിരൽ വെക്കണ്ട. അയ്യോ പള്ളിക്കാരെല്ലാം എന്താ ഇങ്ങനെ പെരുമാറുന്നേ, മൂക്കത്ത് വിരൽ വെക്കണ്ട, ഇതങ്ങനെ ആവും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതാ കർത്താവ് പറഞ്ഞത്, അങ്ങനെയാവും. ഒരവശിഷ്ട ഭാഗം നിലനിൽക്കും. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കരുത് എല്ലാവരും ഭക്തരും എല്ലാവരും പുണ്യവാന്മാരും എല്ലാവരും വിശുദ്ധരുമാവുന്ന ഒരു സ്റ്റേജാണ് അവസാന നാള് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. മറിച്ച് എന്താ കർത്താവ് പറഞ്ഞേ? മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞ് സന്തോഷിക്കും. ആണോ? മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടുകയൊന്നും ചെയ്യരുത്, എന്ത് കണ്ടാലും പ്രയാസപ്പെടരുത്, അതങ്ങനെയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇദ്ദേഹം പറഞ്ഞു, ഈ അന്ത്യോക്കസ് എപ്പിഫാനസ് പറഞ്ഞു, ഈ ജനത്തെ നശിപ്പിക്കാൻ, ഈ ജനത്തെ മുടിക്കാൻ, ഈ ജനത്തെ ഉന്മൂലനാശം വരുത്താൻ, അതിനെ മുച്ചൂട് മാന്തി വഴിയാധാരമാക്കാൻ. എന്താ വഴി? ഇതാ ഈ പറഞ്ഞ വഴി. വായിച്ചോ. സാബത്തുകളും തിരുനാളുകളും വിശുദ്ധ സ്ഥലത്ത് ദഹന ബലികളും പാനീയ ബലികളും ഇതര ബലികളും അവൻ നിരോധിച്ചു. പള്ളികൾ തുറന്നിട്ടും ഓൺലൈൻ മാസ് മതി എന്ന് ചിന്തിക്കുന്നവർ ഈ വഴിക്ക് പിശാച് കൊണ്ടുപോകുന്നവരാണ്. മനസ്സിലാവുന്നോ? ദേവാലയം തുറന്നിട്ടും ഇനി ഇതുപോലെ തന്നെ ടി വിയിലും മൊബൈലിലും ഒക്കെ കണ്ടുകൊണ്ടിരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്നവരെ സാത്താൻ ഈ വഴിക്ക് കൊണ്ടുപോകുന്ന ആളുകളാണത്. എന്ന് പറഞ്ഞാൽ ബലി വേണ്ട, കുർബാന വേണ്ട. അപ്പൊ ദഹന ബലികളും സാബത്തുകളും വിശുദ്ധ സ്ഥലത്ത് ദഹന ബലികളും വായിക്ക് പാനീയ ബലികളും ഇതര ബലികളും അവൻ നിരോധിച്ചു. വായിക്ക്. സാബത്തുകളും തിരുനാളുകളും അശുദ്ധമാക്കണമെന്നും വിശുദ്ധ സ്ഥലത്തെയും പുരോഹിതന്മാരെയും കളങ്കപ്പെടുത്തണമെന്നും. മനസ്സിലായോ? അതായത് വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കണം. അതെങ്ങനെ അശുദ്ധമാക്കാൻ പറ്റും? ഇപ്പം ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കള്ളു പിടിച്ചിട്ട് വന്ന് എനിക്കിട്ട് 2 അടിയടിച്ച് ഈ മൈക്കും പിടിച്ച് കളഞ്ഞ് ഇതെല്ലാം തള്ളി മറിച്ചിട്ടാൽ വിശുദ്ധ സ്ഥലം അശുദ്ധമാവും. വിശുദ്ധ സ്ഥലം അശുദ്ധമാവും. മനസ്സിലായല്ലോ? എല്ലാ പാപവും ചെയ്തിട്ട് ഒരാൾ ഇവിടെ നിന്ന് ബലിയർപ്പിച്ചാൽ വിശുദ്ധ സ്ഥലം അശുദ്ധമാവും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മാരക പാപത്തിൽ ജീവിച്ചിട്ട് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ വിശുദ്ധ സ്ഥലം അശുദ്ധമാവും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. വിശുദ്ധ സ്ഥലത്ത് ദഹന ബലികളും പാനീയ ബലികളും ഇതര ബലികളും അവൻ നിരോധിച്ചു. സാബത്തുകളും തിരുനാളുകളും അശുദ്ധമാക്കണമെന്നും വായിക്ക് വിശുദ്ധ സ്ഥലത്തെയും പുരോഹിതന്മാരെയും കളങ്കപ്പെടുത്തണമെന്നും വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളും ക്ഷേത്രങ്ങളും കാവുകളും നിർമ്മിക്കണമെന്നും പന്നികളെയും അശുദ്ധ മൃഗങ്ങളെയും ബലിയർപ്പിക്കണമെന്നും എന്ന് പറഞ്ഞാൽ ദൈവവചനം എന്തെല്ലാം വിലക്കിയിട്ടുണ്ടോ അത് മുഴുവൻ ചെയ്യണമെന്നും അവൻ കൽപ്പിച്ചു. പരിച്ഛേദനം നിരോധിച്ചു. പരിച്ഛേദനം നിരോധിച്ചെന്ന് പറഞ്ഞാൽ മാമോദീസ നിരോധിച്ചു എന്ന് പറഞ്ഞാലോ കറക്റ്റായിരിക്കും. മാമോദീസ കൊടുക്കാൻ പാടില്ല എന്ന് എവിടെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അത് ഈ പരിച്ഛേദനം നിരോധിച്ചതിന് തുല്യമാണ്. മാമോദീസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം എല്ലാവരോടും ഒക്കെ സുവിശേഷമൊക്കെ പറഞ്ഞ് സമാധാനത്തിൽ അങ്ങ് പോവുക. മാമോദീസ ഒന്നും കൊടുക്കണ്ട. പരിച്ഛേദനം നിരോധിച്ചു. 48-49 വായിച്ചേ. അവർ നിയമം വിസ്മരിക്കുകയും ചട്ടങ്ങൾ വികലമാക്കുകയും ചെയ്യേണ്ടതിന് അവിശുദ്ധവും മലിനവുമായ എല്ലാ പ്രവൃത്തികളിലും ഏർപ്പെട്ട് തങ്ങളെ തന്നെ നികൃഷ്ടരാക്കണമെന്നും അവൻ നിർദ്ദേശിച്ചു. മനസ്സിലായോ? അടുത്തത് 54 വായിച്ചോ. 145 വർഷത്തിൽ കിസ്ലേവ് മാസം 15 ദിവസം നിങ്ങൾ വായിക്കുന്നില്ലേ? ദഹന ബലിപീഠത്തിന്മേൽ
അവർ വിനാശത്തിന്റെ മ്ലേച്ഛ വസ്തു പ്രതിഷ്ഠിച്ചു. അതെന്താന്ന് മനസ്സിലായല്ലോ? വിഗ്രഹം. ചുറ്റുമുള്ള യൂദാ നഗരങ്ങളിലും അവർ ബലിപീഠം നിർമ്മിച്ചു. അടുത്തത്, വീടുകളുടെ വാതിലുകളിലും തെരുവീഥികളിലും അവർ ധൂപമർപ്പിച്ചു. കിട്ടിയ നിയമഗ്രന്ഥങ്ങൾ കീറി തീയിലിട്ടു. എന്ന് പറഞ്ഞാൽ ബൈബിള് വലിച്ചു കീറി തീയിലിട്ടു. അടുത്തത് 57, ഉടമ്പടി ഗ്രന്ഥം കൈവശം വെക്കുകയോ നിയമത്തോട് കൂറു പുലർത്തുകയോ ചെയ്യുന്നവൻ രാജശാസനപ്രകാരം മരണത്തിന് അർഹനായിരുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ കാലഘട്ടത്തിൽ ബൈബിള് പിടിച്ചാലൊന്നും നിങ്ങളെ ആരും ജയിലിൽ അടയ്ക്കത്തൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും ജയിലിൽ അടയ്ക്കത്തില്ല. പക്ഷേ ബൈബിള് പിടിച്ചാൽ ജയിലിൽ അടയ്ക്കില്ലെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ വിചാരണ സ്ഥലത്തിരുന്ന് നമ്മളോട് ആരൊക്കെയോ ഉപദേശിക്കുന്നുണ്ട്, അങ്ങനെ ബൈബിളൊന്നും പിടിക്കേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നില്ലേ? ബൈബിള് പിടിക്കാൻ ഇപ്പം നിങ്ങളൊരു വചന ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ വേദപുസ്തകവുമായി വരാൻ നിങ്ങളെ തടയുന്ന എന്തോ ഒന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇത് അന്തിക്രിസ്തുവിൻ്റെ നിഴൽ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് നിഴൽ വിരിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നിയമഗ്രന്ഥം കൈവശം വെക്കുകയോ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ ആരെങ്കിലും പരിശ്രമിക്കുകയോ ചെയ്താൽ അവരെ മുഴുവൻ ഉന്മൂലനാശം വരുത്തണം. അതെന്താണ്? അത് അന്തിക്രിസ്തുവിൻ്റെ വ്യാപാരം, വിസ്തൃതി, അവൻ്റെ പ്രവർത്തനം അത് വ്യാപരിക്കുന്നതിൻ്റെ അടയാളമാണ്. അവർക്ക് പറ ഹല്ലേലൂയാ. പള്ളി പോയില്ലെങ്കിൽ സാരമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ജനസമൂഹം വളർന്നു വരുമ്പോൾ അത് അന്തിക്രിസ്തുവിൻ്റെ നിഴല് ഇങ്ങനെ പടരുകയാണ്. ബൈബിൾ വായിക്കേണ്ട കാര്യമില്ല, ബൈബിൾ കയ്യിൽ വെക്കേണ്ട കാര്യമില്ല, ബൈബിൾ പിടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ വലിയ ദുരഭിമാനത്തിൻ്റെയും മാനാഭിമാനം ക്ഷതപ്പെടുന്നതിൻ്റെയും വിഷയമായി മാറുമ്പോൾ അന്തിക്രിസ്തു ഇതാ വളർന്നു വലുതാവുകയാണ്. 57 വായിച്ചേ. ഉടമ്പടി ഗ്രന്ഥം കൈവശം വെക്കുകയോ നിയമത്തോട് കൂറു പുലർത്തുകയോ ചെയ്യുന്നവൻ രാജശാസനപ്രകാരം മരണത്തിന് അർഹനായിരുന്നു. ചതി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഇനി എന്നെ ശ്രദ്ധിക്കുക. ഈ പശ്ചാത്തലത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. തിരുസഭയിലെ ഏറ്റവും കറകളഞ്ഞ ജീവിതം നയിച്ച മഹാവിശുദ്ധർ എഴുന്നേറ്റത് സഭയുടെ നല്ല കാലങ്ങളിലല്ല. ഞാൻ എന്താ പറഞ്ഞേ? സഭയുടെ നല്ല കാലങ്ങളിലല്ല. എന്ത്? സഭയുടെ ഏറ്റവും ജമ്മായിട്ടുള്ള ആളുകൾ, ക്രീമായിട്ടുള്ള ആളുകൾ സഭയിൽ ഉണർന്നു വന്നത് സഭയുടെ നല്ല കാലങ്ങളിലല്ല, പിന്നെ ഇരുണ്ട കാലങ്ങളിലാണ്. സഭയുടെ ഇരുണ്ട കാലങ്ങളിലാണ്. ഒരേ സമയത്ത് 2 മാർപ്പാപ്പമാരുണ്ടായിരുന്നപ്പോൾ തിരുസഭയിൽ എഴുന്നേറ്റ ഒരു വിശുദ്ധനാണ് വിശുദ്ധ വിൻസെന്റ് ഫെറർ. 30-ലധികം ആളുകളെ, മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധനാണ് അദ്ദേഹം എഴുന്നേറ്റത് 2 മാർപ്പാപ്പമാർ പരസ്പരം ആരാണ് യഥാർത്ഥ മാർപ്പാപ്പ എന്ന ആരോപണം ഉന്നയിച്ച് ജീവിച്ചൊരു കാലത്താണ് ഈ വിശുദ്ധൻ എഴുന്നേറ്റത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് പീഡനകാലം തിരുസഭയെ സംബന്ധിച്ച് വിളവെടുക്കുന്ന കാലമാണ്. പീഡനത്തിൻ്റെ കാലം തിരുസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് പുറത്തു വരുന്ന കാലമാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? നാരങ്ങ വെള്ളം കുടിക്കണമെങ്കിൽ നിങ്ങൾ നാരങ്ങയെ നോക്കിയിരുന്നാൽ പറ്റില്ല. നാരങ്ങ വെള്ളം കുടിക്കണമെങ്കിൽ നിങ്ങൾ നാരങ്ങയോട് വാലന്റൈൻസ് ഡേക്ക് നടത്തുന്നത് പോലെ പ്രണയാഭ്യർത്ഥന നടത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ നാരങ്ങ എടുത്തിട്ട് ഒരു തൊട്ടിലിട്ട് ആട്ടിയാലൊന്നും നാരങ്ങ വെള്ളം വരില്ല. നാരങ്ങ വെള്ളം വരണമെങ്കിൽ നാരങ്ങ പിഴിയണം. മനസ്സിലായോ? ഒരു വസ്തുവിൻ്റെ അകത്തുള്ള യഥാർത്ഥ സത്ത പുറത്തു വരുന്നത് ആ വസ്തു ഞെരുക്കപ്പെടുമ്പോഴാണ്, പിഴിയപ്പെടുമ്പോഴാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് തിരുസഭയുടെ ഏറ്റവും നല്ല സത്ത വെളിവരാൻ പോകുന്നത് സഭ തൊട്ടിലിൽ ആട്ടപ്പെടുന്ന കാലത്തല്ല, സഭ വഴിയോരങ്ങളിൽ വലിച്ചിഴക്കപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും സഭയുടെ മുഖത്ത് ചെളി വാരി എറിയപ്പെടുകയും ചെയ്യുന്ന കാലത്താണ് സഭയുടെ വെളിവരാൻ പോകുന്നത്. പറ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ പീഡനകാലത്ത് നല്ല ഒന്നാം തരം ചില സാധനങ്ങൾ വെളി വന്നു. ആ കുടുംബത്തിൻ്റെ പേരാണ് മത്താത്തിയാസ് എന്ന് പറയുന്ന ഒരു ലേവ്യ പുരോഹിതനും അയാളുടെ 5 മക്കളും. അതാണ് അടുത്ത ഭാഗത്ത് നമ്മൾ ഈ മക്കബായരുടെ പുസ്തകത്തിൽ കാണുന്നത്. അപ്പം എന്ത് ചെയ്തു? ഈ പീഡനകാലത്ത് ആളുകൾ പറഞ്ഞു, അങ്ങനെ ഇതിനെ വെറുതെ വിടാൻ പറ്റുമോ? അവരെന്ത് ചെയ്തു? ശിമയോന്റെ പുത്രനായ 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ നോക്കി, പെട്ടെന്ന് വായിച്ചു. ശിമയോന്റെ പുത്രനായ യോഹന്നാന്റെ പുത്രനും
യോവാറീബ് കുടുംബത്തിൽപ്പെട്ട പുരോഹിതനുമായ മത്താത്തിയാസ് ജെറുസലേമിൽ നിന്ന് മോദയനിലേക്ക് മാറി താമസിച്ചു. അവൻ 5 പുത്രന്മാരുണ്ടായിരുന്നു. മക്കേബയൂസ് എന്ന യൂദാസ്, അവനാൻ എന്ന എലിയാസർ, താസി എന്ന ശെമയോൻ, ഗദ്ദി എന്ന യോഹന്നാൻ, ആബൂസ് എന്ന ജോനാഥൻ. യൂദയായാലും ജെറുസലേമിലും നടമാടുന്ന ദൈവദൂഷണങ്ങൾ കണ്ട് മത്താത്തിയാസ് വിലപിച്ചു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് തിരുസഭയ്ക്കകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ദൈവവചന വിരുദ്ധമായ നടപടിക്രമങ്ങൾ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, 1, വിലാപം. വിലാപം എന്ന വാക്കിന് ബൈബിളിലെ അർത്ഥം മധ്യസ്ഥ പ്രാർത്ഥന. വിലാപം എന്ന വാക്കിന് ബൈബിളിലെ അർത്ഥം ഉപവാസം. വിലാപം എന്ന വാക്കിന് ബൈബിളിലെ അർത്ഥം മധ്യസ്ഥ പ്രാർത്ഥന, ഉപവാസം. അപ്പൊ അവരെന്ത് ചെയ്തു? അവരുടനെ സോഷ്യൽ മീഡിയയുടെ ചുവരുകളിൽ പോയി കമന്റ് എഴുതുന്നതിന് പകരം, അടുത്ത വീഡിയോ എടുത്തിട്ട് കുറച്ചുകൂടെ തിരുസഭയെ നാണം കെടുത്താൻ ചിന്തിക്കുന്നതിന് പകരം അവർ ചെയ്തത് എന്താണ്? അവർ വിലപിക്കാൻ തുടങ്ങി. മത്താത്തിയോസും പുത്രന്മാരും എന്ത് ചെയ്തു? അവർ വിലപിച്ചു. എന്നിട്ട് അവർ വിലപിക്കുക മാത്രമല്ല, അവരെന്ത് ചെയ്തു? അവർ ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരൊരു തീരുമാനം എടുത്തു. എന്തെന്നറിയാമോ? വായിച്ചേ 19-ാമത്തെ വാക്യം. എന്നാൽ മത്താത്തിയാസ് 2:19 വായിച്ചേ. എന്നാൽ മത്താത്തിയാസ് മറുപടിയായി ദൃഢസ്വരത്തിൽ പറഞ്ഞു, രാജാവിൻ്റെ ഭരണത്തിന് കീഴിലുള്ള എല്ലാ ജനതകളും അവനെ അനുസരിക്കുകയും ഓരോരുത്തരും താങ്കളുടെ പിതാക്കന്മാരുടെ മതവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിക്കാൻ തീരുമാനിക്കുകയും ചെയ്താലും ഞാനും എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും. നിയമവും കൽപ്പനകളും ഞങ്ങൾ ഒരു നാളും തിരസ്കരിക്കില്ല. രാജകൽപ്പന അനുസരിക്കാനായി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ അണുവിട വ്യതിചലിക്കുകയില്ല. വായിച്ചോണം. മത്താത്തിയാസ് ഈ വാക്കുകൾ അവസാനിപ്പിച്ചപ്പോൾ എല്ലാവരും നോക്കി നിൽക്കെ മോദായിനിലെ ബലിപീഠത്തിൽ രാജകൽപ്പന പ്രകാരം ബലിയർപ്പിക്കാൻ ഒരു യഹൂദൻ മുന്നോട്ട് വന്നു. എന്തിനാ ഈ യഹൂദൻ മുന്നോട്ട് വന്നത്? അന്ത്യോക്കസ് എപ്പിഫാനസ് പറഞ്ഞതുപോലെ വിജാതീയർ സ്ഥാപിച്ച ബലിപീഠത്തിൽ അശുദ്ധ വസ്തുവായ പന്നിയെ ബലിയർപ്പിക്കാൻ വേണ്ടി ഒരു യഹൂദൻ, ആ രാജാവ് അന്ത്യക്രിസ്തുവിൻ്റെ ആ രാജാവ് പറഞ്ഞത് കേട്ടിട്ട് മുന്നോട്ട് വന്നു. അത് കണ്ട് മത്താത്തിയാസ്, വായിച്ചോ 24, തീഷ്ണത കൊണ്ട് ജ്വലിച്ചു. അവൻ്റെ ഹൃദയം പ്രക്ഷുബ്ധമായി. ധാർമ്മിക രോഷം കൊണ്ട് അവൻ പാഞ്ഞു ചെന്ന് ആ യഹൂദനെ ബലിപീഠത്തിൽ വെച്ച് തന്നെ വധിച്ചു. ബലിയർപ്പിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്ന രാജസേവകനെയും അവൻ വധിച്ചു. ബലിപീഠം ഇടിച്ചു നിരത്തി. സാലുവിൻ്റെ പുത്രനായ സിമ്രിക്കെതിരെ ഫിനഹാസ് എന്ന പോലെ നിയമത്തെ പ്രതിയുള്ള തീഷ്ണതയാൽ അവൻ ജ്വലിച്ചു. ഉറക്കെ വായിച്ചു. മത്താത്തിയാസ് സ്വരം ഉയർത്തി നഗരത്തിൽ വിളിച്ചു പറഞ്ഞു, നിയമത്തെ പ്രതി തീഷ്ണതയുള്ളവരും ഉടമ്പടി ആയിരിക്കുന്നവരും ആദരിക്കുന്നവരും എന്നോടൊത്ത് വരുവൻ. 28 വായിച്ചേ. അതിനുശേഷം അവനും പുത്രന്മാരും തങ്ങൾക്ക് നഗരത്തിലുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് മലമുകളിലേക്ക് ഓടിപ്പോയി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈശോ അന്ത്യവിധിയെക്കുറിച്ച്, യുഗാന്ത്യത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയാണ്, യൂദയായിൽ അവശേഷിക്കുന്നവർ എങ്ങോട്ട് ഓടിപ്പോണം? ഈ പശ്ചാത്തലം അത് മലമുകളിലേക്ക്. എപ്പോഴാ മലമുകളിലേക്ക് ഓടിപ്പോണ്ടേ? എപ്പോഴാ? കർത്താവ് രണ്ടാമത് വരുമ്പോൾ വാനമേഘങ്ങളിൽ എഴുന്നള്ളുമ്പോൾ മലമുകളിലേക്ക് ഓടിപ്പോണോ? വേണ്ട, അവനെ എതിരേൽക്കാൻ പോണം. എപ്പോഴാണ് ഓടിപ്പോകേണ്ടത്? കേട്ടോ, ഓടിപ്പോകേണ്ടത് ഈശോയുടെ 2ാം വരവിന് മുമ്പ് തിരുസഭ അതിദാരുണമായ പീഡാനുഭവത്തിലൂടെ കടന്നു പോകും. ഗ്രേറ്റ് ട്രിബുലേഷൻ. തിരുസഭ യേശുവിൻ്റെ 2ാം വരവിന് മുമ്പ് ഇന്നോളം ആരും കണ്ടിട്ടില്ലാത്തത്ര അതിക്രൂരമായ പീഡനങ്ങളിലൂടെ കടന്നു പോകും. ഈശോ പറയുകയാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരെ കരുതി അവനത് ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ആരും ഒരുവൻ പോലും രക്ഷപ്പെടില്ലായിരുന്നു. അപ്പൊ അത് ഓർത്തിരിക്കണം. തിരുസഭ അതീവ ഗുരുതരമായ പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോകും. പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി എന്നെ കേട്ടോ, നമ്മൾ എന്തെല്ലാം സുരക്ഷിത ഭിത്തി ഉയർത്തിയാലും, നമ്മൾ എന്തെല്ലാം സ്വാധീനങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണെന്ന് കരുതിയാലും, നമുക്ക് എന്തെല്ലാം രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടായാലും, നമുക്ക് എന്തെല്ലാം സാമ്പത്തിക സുരക്ഷിതത്വങ്ങളുണ്ടായാലും, നമുക്ക് എന്തെല്ലാം മനുഷ്യ സ്വാധീനങ്ങളുണ്ടായാലും, നമുക്ക് എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ടായാലും, നിങ്ങൾ ശ്രദ്ധിച്ചോണം, തിരുസഭ പീഡിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. വിഷമമൊന്നും വിചാരിക്കണ്ട.
അതങ്ങനെയാണ് ഈ ബൈബിൾ പറഞ്ഞു തന്നിരിക്കുന്നത്. സഭ പീഡാനുഭവത്തിലൂടെ കടന്നു പോകും. അതിന് നമ്മൾ എന്തെല്ലാം രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും സഭ പീഡിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എന്നെ ആവർത്തിച്ച് മനുഷ്യരിപ്പോൾ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നതും. ഞാൻ പറയുന്നത്, നിങ്ങൾ എത്ര പ്രതിരോധിച്ചാലും സഭ പീഡിപ്പിക്കപ്പെടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ ഏതെല്ലാം വിധത്തിൽ പ്രതിരോധിച്ചാലും തിരുസഭ പീഡിപ്പിക്കപ്പെടും. അപ്പൊ അതൊന്ന് മനസ്സിൽ വെച്ചിരിക്കണം. നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ടെന്നല്ല, പ്രതിരോധിക്കേണ്ടെന്നല്ല, അടിച്ചോന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ട് കാണിച്ചു കൊടുക്കണമെന്നല്ല. മറിച്ച് തലയിലൊരു കാര്യം ഉണ്ടായിരിക്കണം, നമ്മൾ പീഡിപ്പിക്കപ്പെടാൻ വകുപ്പുള്ള ആളുകളാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പീഡിപ്പിക്കപ്പെടും, പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടും. അങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോ എന്തിന്റെ പേരിലാണ് പീഡിപ്പിക്കപ്പെടുന്നത്? ഹലോ, എന്തിന്റെ പേരിലാണ് പീഡിപ്പിക്കപ്പെടുന്നത്? അതായത് ഈ ദൈവവചനത്തിന്റെ പേരിൽ നിന്നാ പീഡിപ്പിക്കപ്പെടും. അങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോ എന്താ പറയുന്നേ? ഓടിക്കോണമെന്ന്. അതാണ് മലമുകളിൽ ഓടാൻ പറഞ്ഞത്. അല്ലാതെ ഈശോ രണ്ടാമത് വരുമ്പോ ഓടാനല്ല, മറിച്ച് ഈ പീഡാനുഭവത്തിന്റെ സമയത്ത് ഓടി രക്ഷപ്പെട്ടോണം, മലമുകളിലേക്ക് ഓടിക്കോണം, ഓടി രക്ഷപ്പെട്ടോണം, നിൽക്കണ്ടെന്നാ കർത്താവ് പറയുന്നത്. ഒന്ന് എഴുന്നേറ്റേ. അതിനുശേഷം അവനും പുത്രന്മാരും തങ്ങൾക്ക് നഗരത്തിലുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് മലകളിലേക്ക് ഓടിപ്പോയി. ഒന്ന് ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം, നമ്മൾ ലോകത്തെ മറ്റു മതങ്ങളും ക്രിസ്തുമതവും തമ്മിലുള്ളൊരു വ്യത്യാസം ഭംഗ്യന്തരേണ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ എല്ലാ കാലത്തും എല്ലായ്പ്പോഴും സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈശോ മിശിഹാ കുരിശിൽ മരിച്ചതെന്നാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് പീഡാനുഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. ഞെരുക്കങ്ങൾ ഉണ്ടാവും. എന്നാൽ കർത്താവ് പറഞ്ഞത് എന്താണ്? ഭൂമിയിൽ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാവും, പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് ദൈവം തന്ന പ്രത്യാശ സഹനം ഉണ്ടാവില്ലെന്നല്ല, സഹനത്തിലും നമ്മൾ നിവർന്നു നിൽക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഈ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ നമ്മൾ വിശ്വാസികളുടെ ഇടയിൽ സംഭവിച്ചിട്ടുള്ള ഒരു ബോധം, അത് വിശ്വാസികളുടെ രൂപപ്പെട്ടിട്ടുള്ള ഒരു അവബോധം അതിങ്ങനെയാണ്. അതായത് നമ്മൾ ഒരു കംഫർട്ട് സോണിൽ എന്നും നമ്മൾ പോകണം. ആരും നമ്മളെ ഒന്നും ചെയ്യാൻ പാടില്ല, ആരും നമ്മളെ ഒന്നും പറയാൻ പാടില്ല, ആരും നമ്മളെ കുറ്റപ്പെടുത്താൻ പാടില്ല, ആരും നമ്മളെ പീഡിപ്പിക്കാൻ പാടില്ല, ആരും നമുക്കെതിരെ ഒരു നിയമം കൊണ്ടുവരാൻ പാടില്ല. വി ഹാവ് ടു ബി ഇൻ ദ സേഫ് സോൺ ഓൾ ദ ടൈം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ എന്ന് അങ്ങനെ ആയിരിക്കണം. അങ്ങനല്ല, മറിച്ച് എന്താണ്? ഞെരുക്കം ഉണ്ടാവും, അത് തലയിൽ വെച്ചിരുന്നാൽ മതി. അല്ല, ഞെരുക്കം ചോദിച്ചു വാങ്ങിക്കൊന്നും വേണ്ട, പോയി അടിയൊന്നും വാങ്ങിക്കണ്ട. മറിച്ച് ഞെരുക്കം ഉണ്ടാവും. അത് കുടുംബത്തിലുണ്ടാവും, അല്ലേ? ഈശോ പറഞ്ഞു എവിടെയൊക്കെ ഉണ്ടാവുന്ന ഞെരുക്കം? 3 സ്ഥലത്താണ് ഉണ്ടാവുമെന്ന് പറഞ്ഞ്. ഒന്ന് എവിടാ? ഒന്ന് കർത്താവ് പറഞ്ഞു വീട്ടിലുണ്ടാവും. രണ്ടാമത് എവിടാണ്? വീട്ടിലെ സഹനത്തെ ഒരു പരിധി വരെ നീ അതിജീവിച്ചാൽ പിന്നെ സമൂഹത്തിലുണ്ടാവും, സൊസൈറ്റിയിലുണ്ടാവും. ഒന്നാമതായിട്ട് വീട്ടിൽ നിന്നുണ്ടാവും, രണ്ടാമതായിട്ട് സഭയിൽ നിന്നുണ്ടാവും, മൂന്നാമതായിട്ട് സമൂഹത്തിൽ നിന്നുണ്ടാവും. രാഷ്ട്രീയത്തിൽ നിന്ന്, സമൂഹത്തിൽ, രാജ്യത്തു നിന്നുണ്ടാവും. അങ്ങനെ പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസ് അല്ലെ, ഡൊമസ്റ്റിക് പെർസെക്യൂഷൻ. പിന്നീട് പെർസെക്യൂഷൻ ഫ്രം ദ ബിലീവിംഗ് കമ്മ്യൂണിറ്റി. മൂന്നാമത് പെർസെക്യൂഷൻ ഫ്രം ദ പൊളിറ്റിക്കൽ ഫീൽഡ്, പൊളിറ്റിക്കൽ പെർസെക്യൂഷൻ. ഈ 3 തരത്തിലുണ്ടാവും, പേടിക്കൊന്നും വേണ്ട. വീട്ടിൽ നിന്നുണ്ടാവും ആദ്യം. അപ്പം അതിനെയൊക്കെ ഒരു തരത്തിൽ ഒന്ന് റെഡിയാക്കി ലെവലാക്കി വരുമ്പോഴാണ് പിന്നെ അയൽവക്കക്കാരുടെ അടുത്തു നിന്നുണ്ടാവും, സമൂഹത്തിൽ നിന്നുണ്ടാവും, പഞ്ചായത്ത് മെമ്പറുടെ അടുത്തു നിന്നുണ്ടാവും, പിന്നെ കൗൺസിലർ, വാർഡ് മെമ്പർ, മേയർ, അങ്ങനെ അങ്ങ് പോവും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒരു തരത്തിൽ ഒന്ന് ലെവലായെന്ന് വിചാരിക്കുമ്പോഴാണ് രൂപതയിൽ നിന്നുണ്ടാവും, മെത്രാനിൽ നിന്നുണ്ടാവും, അച്ഛനിൽ നിന്നുണ്ടാവും, കപ്പേരിൽ നിന്നുണ്ടാവും, കരിസ്മാറ്റിക് കൂട്ടായ്മയിൽ നിന്നുണ്ടാവും, കാറ്റഗിസം ടീച്ചേഴ്സിൽ നിന്നുണ്ടാവും. ഹലോ, ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഇതേ പറയാനുള്ളൂ, ഒരു ബൈബിള് പറയാത്ത എന്ത് പറയാൻ? അത് നിങ്ങൾക്ക് ഒരു ഞെരുക്കം ഉണ്ടാവില്ല മക്കളെ. നിങ്ങൾ മൗണ്ട് കാർമലിൽ വന്നുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മൗണ്ട് കാർമലിൽ ഈ കെട്ടിടത്തോടു കൂടി തന്നെ കർത്താവിനെ എതിരേൽക്കാൻ വാനവേഗങ്ങളെ പോവും എന്നൊന്നും പറയാൻ വകുപ്പില്ല. കാരണം എന്താണ്? ബൈബിൾ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാവും.
പക്ഷേ നമുക്ക് ഞെരുക്കം ഉണ്ടാവുമെങ്കിലും എന്താണ്, നമ്മൾ ഞെരുങ്ങില്ല. കാരണം എന്താണ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമുക്കൊരാൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്, മനസ്സിലായോ? തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ അങ്ങനെ സംരക്ഷിക്കാൻ ഒരാളുണ്ട്. ഞെരുക്കമൊക്കെ ഉണ്ടാവും, 4 വശത്തു നിന്നും ഞെരുക്കുന്ന ശത്രുവിൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മളെ സംരക്ഷിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. അവൻ ലോകത്തെ ജയിച്ചതാണ്. നാം കടന്നു പോകുന്നതിന് മുമ്പേ നാം കടന്നു പോകാനിരിക്കുന്ന എല്ലാ പീഡാനുഭവങ്ങളിലൂടെയും അവൻ കടന്നുപോയിട്ടുള്ളതാണ്. അതുകൊണ്ട് പേടിക്കണ്ട. ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഒരു തിരുമേനി ജയിലിൽ കടന്നു. അപ്പോൾ ഒരു തിരുമേനി ജയിലിൽ കിടക്കുന്ന സമയത്ത് ആ തിരുമേനി എന്താ ആശ്വസിപ്പിക്കുന്നത്? ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ പേടിക്കൊന്നും വേണ്ട, എൻ്റെ കർത്താവ് എനിക്ക് മുമ്പേ ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. മനസ്സിലായോ? അതായത് എന്ത് സംഭവിക്കാം, ആർക്കും, ആരെ സംബന്ധിച്ചും എന്ത് സംഭവിക്കാം. അങ്ങനെ ഒരു കാലമാണിത്. ഒറ്റ പ്രത്യാശയുള്ളൂ നമുക്ക്. എന്താ ഒറ്റ പ്രത്യാശ? നമ്മൾ കടന്നു പോകാൻ ദൈവം വച്ചിരിക്കുന്ന എല്ലാ സഹനങ്ങളിലൂടെയും നമ്മളെ രക്ഷിക്കാൻ കുരിശിൽ കയറിയവൻ കടന്നുപോയിട്ടുണ്ട് നേരത്തെ എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയാ. 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നിങ്ങൾ എവിടെയായിരുന്നാൽ ഈ സമയത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടത് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് സംരക്ഷണമല്ല, ധൈര്യമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. നമുക്ക് വേണ്ടത് സംരക്ഷണമല്ല, ധൈര്യമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് പ്രൊട്ടക്ഷൻ അല്ല, മറിച്ച് ധൈര്യമാണ്. ധൈര്യം വേണം. മനസ്സിലായോ? ഏത് സ്ഥലത്ത് നിന്ന് എവിടെ നിന്ന് എന്ത് വന്നാലും ധൈര്യം. എന്താ ധൈര്യം? ആ ധൈര്യം ഒരു 3 വാക്കാണ്. ആ 3 വാക്ക് ഞാൻ 1000 തവണ ഈ പ്രഘോഷണ മണ്ഡലത്തിൽ അനേക ഇടങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ 3 വാക്ക്. ആ 3 വാക്ക് ഇതാണ്: സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. അതാണ് ആ ധൈര്യം. അതാണ് ധൈര്യം തരുന്നത്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തി 10-20 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ. നല്ലതുപോലെ കർത്താവിനെ ഹൃദയം തുറന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. നന്ദി പറയുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അപരിമയമായ ശക്തി കൊണ്ട് നിറയ്ക്കണമേ, ധൈര്യം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, പീഡാനുഭവങ്ങളിൽ പതറാത്ത വിശ്വാസം തരണമേ. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയാതിരിക്കാനുള്ള കൃപാവരം തന്ന് അനുഗ്രഹിക്കണമേ. യേശുവേ, മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എല്ലാ ബന്ധനങ്ങളും തകർക്കുന്ന ദൈവശക്തി ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഹൃദയങ്ങളെ അലട്ടുന്ന ഭയത്തിന്റെ മേഖലകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭയത്തിന്റെ, നിരാശയുടെ, മടുപ്പിന്റെ, മന്ദതയുടെ, അലസതയുടെ എല്ലാ ദുഷ്ടശക്തികളും യേശുനാമത്തിൽ മാറിപ്പോവട്ടെ. വിശ്വാസം ശക്തമാവട്ടെ. അവിശ്വാസത്തിന്റെ, സംശയത്തിന്റെ, സന്ദേഹത്തിന്റെ, ദൈവനിഷേധത്തിന്റെ, നിരീശ്വര ചിന്തയുടെ, അന്ധവിശ്വാസങ്ങളുടെ ദുർശക്തികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോവട്ടെ. ഇപ്പോൾ ഈ സമൂഹത്തിൽ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി അത്ഭുതകരമായി വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ ധൈര്യം വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, ആത്മാവേ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. മഹത്വം, ആരാധന, ആരാധന. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. മലമുകളിലേക്ക് അവർ പലായനം ചെയ്തു. ഇനി അടുത്തത് ഈ ഗ്രന്ഥത്തിൽ നിന്ന് മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത്, അപ്പോൾ മത്താത്യാസും പുത്രന്മാരും ഇതിനെതിരെ പ്രതികരിക്കാനും അതിനെ പ്രതിരോധിക്കാനും അവർ ശത്രുവിനെ ആക്രമിക്കാനും തീരുമാനിച്ചു. അങ്ങനെ ശത്രുവിനെ അവർ ആക്രമിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മുമ്പിൽ വന്ന ഒരു പ്രശ്നം, ഇതൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിലെ നമ്മുടെ ജീവിതം, ഇപ്പോൾ നിങ്ങൾ കുടുംബത്തിൽ ജീവിക്കുന്ന സമയത്ത് ഇപ്പോൾ ചില ആളുകൾ വന്ന് പറയുന്നു, വർഷങ്ങളായിട്ട് യാതൊരു പ്രശ്നമില്ലാതെ സമാധാനമായിട്ട് കഴിഞ്ഞ കുടുംബമാണ്. പെട്ടെന്ന് ഇതാ ഒരു പ്രശ്നം വരുന്നു. നിങ്ങൾ നല്ല ശത്രു നുഴഞ്ഞു കയറുന്നത് എങ്ങനെയാണ്? ശത്രു നുഴഞ്ഞു കയറുന്നത് ഇപ്പോൾ ഇങ്ങനെ വിചാരിച്ച മാതാപിതാക്കളും 4 മക്കളും അടങ്ങുന്ന ഒരു കുടുംബം. അപ്പോൾ അതിനകത്തൊരു 2 പെൺകുട്ടിയും 2 ആൺകുട്ടിയാണെന്ന് വെച്ചോ മക്കൾ.
ശത്രു എങ്ങനെ നല്ല എല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, സമാധാനമാണ്, ഒരു പ്രശ്നമില്ല, ഒരു അസ്വസ്ഥതയില്ല. അങ്ങനെ പോകുന്ന സമയത്താണ് ശത്രു എങ്ങനെ ഇഴഞ്ഞു കയറുന്നത്. ശത്രു ഇഴഞ്ഞു കയറുന്നത് ഉദാഹരണത്തിന് കാണുന്ന കാര്യങ്ങൾ വെച്ച് പറഞ്ഞാൽ, ഈ കൂട്ടത്തിലെ ഒരു കുട്ടി ഒരു വിശ്വാസമില്ലാത്ത ഒരാളുമായിട്ടൊരു പ്രേമബന്ധം ആരംഭിച്ചു. പെട്ടെന്ന് ഒരു ബന്ധം, അല്ലേ, ബന്ധം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇത്രയും നാൾ ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൻ പറയുന്നത് മക്കൾ കേൾക്കുന്നു, മക്കൾ പറയുന്നത് അപ്പൻ കേൾക്കുന്നു. കാരണം ഇതങ്ങോട്ട് കയറി കഴിയുമ്പോൾ തൊട്ട് പിന്നെ ചില കാര്യങ്ങൾ ഒളിച്ചേ പറ്റൂ, എല്ലാം ഒന്നും പറയാൻ പറ്റില്ല, പിന്നെ കുറച്ച് കള്ളം പറയേണ്ടി വരും, പിന്നെ കുറച്ച് ഒളിച്ചിരുന്ന് ഫോൺ വിളിക്കേണ്ടി വരും. അപ്പം എന്ത് ചെയ്യുന്നു? അപ്പം കണ്ടോ, സാത്താൻ്റെ അടുത്ത സ്റ്റെപ്പായി, സാത്താൻ്റെ അടുത്ത തലവായി. അടുത്ത തലമായി കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു? മൊത്തത്തിലൊരു പൊരുത്തക്കേട്. അപ്പോൾ അപ്പൻ അമ്മയോട് പറയുന്നു, കൊച്ചു പഴയ പോലെ ഒരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. അപ്പോൾ അപ്പന് സങ്കടം വരുന്നു, അമ്മയ്ക്ക് സങ്കടം വരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഇതെങ്ങനെയും മാറണം. ഇപ്പോൾ വഴക്കാവുന്നു, കണ്ടോ, വഴക്കായി, അഭിപ്രായ വ്യത്യാസമായി, കലഹമായി, കണ്ടോ, അടുത്ത സ്റ്റെപ്പിലേക്ക്, വീട്ടിലേക്ക് ശത്രു കയറി, അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി, വഴക്കായി, പ്രശ്നമായി. അപ്പോൾ പിന്നെ അപ്പനും മകളും മിണ്ടാതായി, അമ്മയും മകളും മിണ്ടാതായി, കണ്ടോ, വീണ്ടും അടുത്ത തലത്തിലേക്ക് ശത്രു കയറി. അപ്പം അത് ഏത് വീട്ടിലും കയറിക്കൂടെ? ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇത് ചെറിയ ഉദാഹരണമാണ് ഈ കാലത്ത്. ഇതുപോലെ എങ്ങനെയും കയറാം, അല്ലേ? എങ്ങനെ ഭയാനകമായ വിധത്തിൽ ശത്രു നുഴഞ്ഞു കയറാം. ഓർക്കപ്പുറത്താണ് ശത്രു വരുന്നത്. ശത്രു നോട്ടീസ് അടിച്ച് മുന്നറിയിപ്പ് തന്നിട്ട് 5-6 തവണ റിമൈൻഡർ കൊടുത്തിട്ടൊന്നും അല്ല വരുന്നത്. ശത്രു വരുന്നത് പെട്ടെന്നാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ട് വന്നിട്ട് അപ്പനും അമ്മയും പറയും, 15 കൊല്ലമായിട്ട് യാതൊരു പ്രശ്നമില്ലാതെ പോയ വീടാച്ചാ, ഇപ്പം നരകം പോലാണ് വീട്, വീട്ടിൽ സമാധാനമില്ല, മിണ്ടാട്ടമില്ല. അപ്പൊ കണ്ടോ, അന്ത്യോക്കസ് എപ്പിഫാനസ് കാലുകുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ പറ, ഇനി ഇരുന്ന് ഉറങ്ങാൻ പറ്റുമോ? പറ്റില്ല. ഇത്രയും നേരം നിങ്ങൾ വിചാരിച്ച സഭ വലിയ പീഡനത്തിലൂടെ പോവും, അപ്പോൾ സഭ അത് വരും, സഭയ്ക്ക് എന്നാ ഉണ്ടാക്കുമെന്ന് നമുക്ക് എന്നാ എന്നൊക്കെ വിചാരിച്ചല്ലേ നിങ്ങൾ ഇത്രയും നേരം ഇരുന്ന് ഉറങ്ങിയത്. ഇനി നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം ഈ ശത്രു ആദ്യം കയറുന്നത് നിങ്ങളുടെ വീട്ടിലാണ്. ഒരു ക്യാമറ സർവൈലൻസിനും നിരീക്ഷിക്കാൻ പറ്റാത്ത ഈ ശത്രുവിൻ്റെ പാദപതനം ആദ്യം മുഴങ്ങുന്നത് നിങ്ങളുടെ വീട്ടുമുറ്റത്താണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെ ശത്രുവിനെ പിന്നെ ആക്രമിച്ചേ പറ്റൂ. ഇത്രയും നാൾ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക് ഇനി ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇടപെട്ടേ പറ്റൂ. കേരളത്തിൽ ലവ് ജിഹാദിനെതിരെ പടവെട്ടുന്ന ഒരു കുടുംബനാഥൻ സ്വന്തം മകള് ലവ് ജിഹാദിൽപ്പെട്ട് പോയ ഒരപ്പനാണ്. അപ്പൊ ഇനി ഇടപെടാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? നമ്മുടെ വീട്ടുമുറ്റത്ത് അത് വന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പൊ മത്താത്യാസും പുത്രന്മാരും ശത്രുവിനെ നേരിടാൻ തീരുമാനിച്ചു. അന്ത്യോക്കസ് എപ്പിഫാനസിനെ നേരിടാൻ തീരുമാനിച്ചു. നിസാര കാര്യമല്ല അത്. ആരാ ഇത്? ഒരു ലേവ്യ പുരോഹിതനും അയാളുടെ 5 മക്കളും. അവരെ സംബന്ധിച്ച് ഇത് കൂട്ടിയാ കൂടുന്നൊരു വിഷയമല്ല ഇത്. അപ്പൊ എല്ലാവരും പറഞ്ഞു, സാറേ ആവശ്യമില്ലാത്ത പണിക്ക് ഇറങ്ങരുത്. കാരണം ഒക്കുന്ന പണിക്ക് ഇറങ്ങാവൂ, നിങ്ങളെ കൊണ്ട് ഇത് പറ്റില്ല. അതാ കൊച്ചാ വഴിക്ക് പോയി അതിനെ വിട്. അല്ലാതെ ഇത് നിങ്ങളൊന്നും ഇതിനെ ഈ കാര്യങ്ങളിലൊന്നും ഇനിയിപ്പോൾ, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ. എന്ത് കാര്യമാവട്ടെ, ഒരു ബുദ്ധിമുട്ട്, ഒരു തകർച്ച, അത് എതിലെ വേണേലും വരാമല്ലോ. അങ്ങനെ വരുമ്പോൾ പലരും ഉപദേശിക്കും, നിങ്ങളെ കൊണ്ട് പറ്റില്ല. കാരണം എന്താണ്? നിങ്ങളെ കൊണ്ട് പറ്റാത്തതിൻ്റെ കാരണം നിങ്ങൾ അംഗബലത്തിൽ കുറവാണ്. നിങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. നിങ്ങൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത, കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ എണ്ണം കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു വല്യപ്പനും അയാളുടെ 5 മക്കളും. നടക്കുന്ന കേസല്ല, വിട്ടുകളാ. അപ്പം ആ സമയത്ത് അവർ പറയുന്ന ഒരു മറുപടി ഇതാണ്. വായിച്ചോ, 1 മക്കവായർ 3
18, 19 നിങ്ങളൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ ഒരു മേഖലയുണ്ടെങ്കിൽ, മേഖലയില്ലേ, മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന നിങ്ങളുടെ കുടുംബനാഥനെ, ജീവിത പങ്കാളിയെ തിരിച്ചു പിടിക്കുന്നത് ഒരു യുദ്ധമാണെങ്കിൽ, അത് നിങ്ങൾ തന്നെ ഉള്ളെങ്കിൽ, നിങ്ങൾ തന്നെ ഉള്ളൂ, വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യും? വായിച്ചോ, 1 മക്കബായർ 3:18. അവൻ പറഞ്ഞു, അനേകം പേരെ എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ കുറച്ച് പേര് മതി. അയ്യോ ഞാനൊരുത്തി എന്നാ ചെയ്യാനാ? അയ്യോ ഞാനൊരു ചെറുപ്പക്കാരൻ തന്നെ എന്നാ ചെയ്യാനാ? ഇവിടെ പറയുകയാണ്, അനേകം പേരെ എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ കുറച്ച് പേർക്ക് കഴിയും. കാരണം എന്താ? വായിച്ചോ, കാരണം അത് ശരിക്കും ഇങ്ങനെ കസേരയിൽ ചാരി ഇരുന്നൊന്നും വായിക്കേണ്ടതല്ല, അത് മുട്ടേ നിന്ന് വായിക്കേണ്ടതാണ്. ഇപ്പം തൽക്കാലം വായിക്കേണ്ട അങ്ങനെ മുട്ടേ നിന്ന്, പക്ഷേ മുട്ടേ നിന്ന് അടുത്തത് വായിക്കേണ്ടത്. എന്താ പറയുന്നറിയോ? അവൻ പറഞ്ഞു, അനേകം പേരെ എളുപ്പത്തിൽ ഉപരോധിക്കാൻ കുറച്ച് പേർക്ക് കഴിയും. കാരണം രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം വലുതോ ചെറുതോ എന്നത് ദൈവത്തിൻ്റെ കണ്ണിൽ അപ്രധാനമാണ്. രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം വലുതോ ചെറുതോ എന്നത് ദൈവത്തിൻ്റെ കണ്ണിൽ അപ്രധാനമാണ്. ലൂയിസേട്ടാ, ഒറ്റ ആള് മതി ഒരു കുരിശു എടുത്തുണ്ട്, ഒറ്റ ആള് മതി, ഒറ്റ ആള്. ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് രക്ഷ നൽകാൻ ദൈവം ഉപയോഗിക്കുന്ന സൈന്യം വലുതോ ചെറുതോ എന്നത് ദൈവത്തിന്റെ കണ്ണിൽ അപ്രധാനമാണ്. അടുത്തത്, സൈന്യത്തിന്റെ വലുപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിന്റെ വിജയം. ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ശക്തി വരുന്നത് ദൈവത്തിൽ നിന്നാണ്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണത്. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ മനസ്സ് മടുത്താണോ എന്നെ കേൾക്കുന്നത് എങ്കിൽ നിങ്ങളിത് അറിയണം. ശക്തി വരുന്നത് ദൈവത്തിൽ നിന്നാണ്. പവർ ഈസ് റിലീസ്ഡ് ഫ്രം അബവ്. ദൈവത്തിൽ നിന്ന് ഒഴുകുന്നതാണ് ശക്തി, മനുഷ്യൻ്റെതല്ല ശക്തി. രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം വലുതോ ചെറുതോ എന്നത്, വായിച്ചോ, ദൈവദൃഷ്ടിയിൽ അപ്രധാനമാണ്. സൈന്യത്തിന്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിന്റെ വിജയം. ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാവേ, നീ തന്നെ ആയിരിക്കും നിന്റെ വീട്ടിൽ, നീ ഒറ്റയ്ക്ക് ഉണ്ടാവും യുദ്ധം ചെയ്യാൻ. മടുക്കരുത് കേട്ടോ, മടുക്കരുത്. നീ തന്നെ ഉള്ളു നിന്റെ വീട്ടിൽ, മടുക്കല്ലേ കേട്ടോ, മടുക്കല്ലേ. പെങ്ങളെ, നീ തന്നെ ഉള്ളൂ, മടുക്കല്ലേ. ചെറുപ്പക്കാരാ, നീ തന്നെ ഉള്ളൂ, നീ മടുത്തു പോവല്ലേ, നീ തന്നെ ഉള്ളൂ, മടുക്കരുത് കേട്ടോ. കാരണം എന്താ? ഈ നമ്പർ അല്ല പ്രധാനം, നമ്പർ അല്ല. ദൈവത്തിന് ക്വാണ്ടിറ്റി അല്ല വിഷയം. പറ, പിന്നെന്താ വിഷയം? ക്വാളിറ്റിയാണ് വിഷയം. കൊള്ളാവുന്ന ഒരെണ്ണം മതി, കൊള്ളരുതാത്ത 100 എണ്ണത്തിന് പകരം. മനസ്സിലാവുന്നുണ്ടോ? 10,000 എണ്ണം വിശ്വസ്തരല്ലാത്തവര് കൂടെ ഉണ്ടായിട്ട് കാര്യമില്ല. വിശ്വസ്തതയുള്ള ഒരൊറ്റ എണ്ണം മതി നിങ്ങൾക്ക് രക്ഷയുടെ യുദ്ധം നടത്താൻ. എണ്ണം വിഷയമല്ല ഇവിടെ. 1000 പേരില്ലല്ലോ, 1000 പേര് വേണ്ടെന്നേ. 1000 പേര് എന്തിനാ? 1000 പേര് ഉപദ്രവത്തേ ഉള്ളൂ. കാരണം ഈ 1000 എണ്ണത്തെ കൈകാര്യം ചെയ്യാൻ 10,000 പേരുടെ ശക്തി വേണം. ഒന്നും വേണ്ട, കൊള്ളാവുന്ന ഒരെണ്ണം മതി, 2 എണ്ണം മതി, 3 എണ്ണം മതി, 4 എണ്ണം മതി, 10 എണ്ണം മതി. കൊള്ളാവുന്നതായിരിക്കണം. അവൻ പറഞ്ഞു, അനേകം പേരെ എളുപ്പത്തിൽ ഉപരോധിക്കാൻ കുറച്ച് പേർക്ക് കഴിയും. കാരണം രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം വലുതോ ചെറുതോ എന്നത് ദൈവദൃഷ്ടിയിൽ അപ്രധാനമാണ്. സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം. ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതൊക്കെയാണ് തക്ക സമയത്ത് ദൈവം തരുന്ന വചനങ്ങൾ. തക്ക സമയത്ത് തരും. നമ്മൾ പേടിച്ച്, ദൈവം ആളില്ലല്ലോ, കർത്താവേ ആളില്ലല്ലോ, തന്നെയാണല്ലോ. അപ്പോൾ കർത്താവ് പറയും, എടാ നമ്പർ അല്ല വിഷയം. ഒരുപാട് നമ്പർ ഉണ്ടായിട്ട് കാര്യമില്ല. മനസ്സിലായോ? നിങ്ങൾക്കറിയുമോ, 2000 വർഷം മുമ്പ് കർത്താവ് ഈശോമിശിഹാ ഈ സുവിശേഷം കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിച്ചത് ഒത്തിരി പേരെ കൊണ്ടല്ല, വെറും 12 എണ്ണത്തെ കൊണ്ടാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള മതമായി ക്രിസ്തു മതം വളർന്നത് 10,000 ശിഷ്യന്മാരെ കൊണ്ടല്ല, 12 പേരെ കൊണ്ടാണ്. മറന്നുപോകരുത്. ഒരു ദേശം ദൈവം വീണ്ടെടുത്തത് ഒരൊറ്റ ആളെ കൊണ്ടാണ്. ഒറ്റ ആള്. അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് നിങ്ങൾ പോയാൽ ആ രാജ്യം വീണ്ടെടുത്തത്
വിശുദ്ധ പാട്രിക് എന്ന് പറയുന്ന ഒറ്റയാളാണ്. ഒറ്റയാള്. എന്തിനാ ഒത്തിരി പേര്? വലതുകരമുയർത്തി ഹല്ലേലൂയാ. അപ്പൊ അതവർക്ക് ഭയങ്കര ശക്തി കൊടുത്തു. അപ്പൊ അവര് അടുത്ത ഒരു കാര്യം അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവരടുത്ത ഒരു നടപടിക്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ യുദ്ധത്തിന് അവർ തങ്ങളെ തന്നെ സന്നദ്ധരാക്കിയത്. ഈ ഒരു ഒറ്റ വാക്യമാണ് കർത്താവ് എനിക്ക് കാണിച്ചു തന്നത്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ആമുഖം പറഞ്ഞത്. ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇത്രയും കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് വചനം. ഇന്നത്തേക്ക് വേണ്ടിയുള്ള വചനം ഇതാണ്. ഈ ദിവസത്തെ ശനിയാഴ്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് തന്ന വചനം ഇനി പറയാൻ പോകുന്നതാണ്. അതിനുള്ള ആമുഖമായിരുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും. ഇനി വായിച്ചോ, ശ്രദ്ധിച്ച് മനസ്സിരുത്തി നന്നായിട്ട് വായിച്ചോ. മക്കബയർ 1 മക്കബയർ 3-ാം അധ്യായം 46-ാമത്തെ വാക്യം. 46, 47, 48 വായിച്ചോ. അവർ ഒരുമിച്ച്, ഇങ്ങനെയാണോ ഉറക്കെ വായിക്കുന്നത്? അവർ ഒരുമിച്ച് ജെറുസലേമിനെതിരെയുള്ള മിസ്പയിലേക്ക് പോയി. അവിടെ പഴയ കാലത്ത് ഇസ്രായേലിന് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടായിരുന്നു. അന്ന് അവർ വസ്ത്രങ്ങൾ കീറി ചാക്കുടുത്ത് തലയിൽ ചാരം പൂശി ഉപവസിച്ചു. കാര്യങ്ങളറിയാൻ വിജാതീയർ ദേവവിഗ്രഹങ്ങളോട് ആരാഞ്ഞിരുന്നത് പോലെ അവർ നിയമഗ്രന്ഥം പരിശോധിച്ചു. ഇതാണ് വഴി. എന്താണ് വഴി? ശത്രുവിനെ നേരിടാൻ ഇത്രയുള്ളൂ വഴി. ഈശോമിശിഹാ പറഞ്ഞു, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല. അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു വഴി വേറെ ഇല്ല. ഇപ്പം നിങ്ങളൊരു യുദ്ധത്തിലാണെങ്കിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങളൊരു ആത്മീയ യുദ്ധത്തിലാണെങ്കിൽ അതിനെന്താ വഴി? അവർ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ചു. ഉപവസിച്ചിട്ട് വിജാതീയർ ദേവവിഗ്രഹങ്ങളോട് അവർ ഉപദേശം ആരായാൻ പോയിരുന്നത് പോലെ അവർ വിഗ്രഹങ്ങളോട് ഉപദേശം ആരായാൻ പോകാതെ അവർ ബൈബിൾ എടുത്ത് പരിശോധിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യുദ്ധത്തെ നേരിടാൻ ദൈവം തന്നിരിക്കുന്ന വഴി ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, വചനമെടുത്ത് വായിക്കുക. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവവചനം വായിച്ച് കഴിയുമ്പോൾ ദൈവശക്തി പുറപ്പെട്ടു വരും. അതെങ്ങനെയാ? ഉപവസിച്ച് പ്രാർത്ഥിച്ച് വചനം വായിക്കണം. ബൈബിൾ വായിക്കണമെന്ന്. ബൈബിൾ വായിക്കണം. എന്നിട്ട് നിയമഗ്രന്ഥത്തിൽ എന്താണ് ദൈവം എടുത്തുപയോഗിക്കാൻ തരുന്ന വചനം, അത് കണ്ടുപിടിക്കണം. അപ്പോൾ ബൈബിൾ വായിക്കാൻ എന്തെല്ലാം ഒരുക്കം ചെയ്യണം? പറ. ഉപവസിക്കണം, ചാക്കുടുക്കണം, ചാരം പൂശണം, ത്യാഗം ചെയ്യണം, പ്രാർത്ഥിക്കണം, എന്നിട്ട് ബൈബിൾ എടുത്ത് വായിക്കണം. അപ്പോൾ ഇത്രയും നാൾ ബൈബിൾ എടുത്ത് വായിച്ചിട്ട് ഗുണമുണ്ടാവത്തെ എന്താണെന്ന് മനസ്സിലായോ? ബൈബിൾ എടുത്ത് വായിച്ചിട്ട് ഇത്രയും കാലം ഗുണമുണ്ടാവാത്ത എന്താണ്? ബൈബിൾ എടുത്ത് വായിക്കുന്നതിന് മുമ്പ് വേറൊരു സംഭവം ചെയ്യണമായിരുന്നു. അത് നമുക്കറിയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഗുണമുണ്ടാവാഞ്ഞത്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ ദൈവം തരുന്ന ഉപദേശം ഇതാണ്. വായിച്ചു. 46. അവർ ഒരുമിച്ച് ജെറുസലേമിനെതിരെയുള്ള മിസ്പായിലേക്ക് പോയി. അവിടെ പൂർവ്വകാലത്ത് ഇസ്രായേലിന് ഒരു പ്രാർത്ഥനാ കേന്ദ്രം ഉണ്ടായിരുന്നു. അന്ന് അവർ വസ്ത്രങ്ങൾ കീറി ചാക്കുടുത്ത് തലയിൽ ചാരം പൂശി ഉപവസിച്ചു. കാര്യങ്ങളറിയാൻ വിജാതീയർ ദേവവിഗ്രഹങ്ങളോട് ആരാഞ്ഞിരുന്നത് പോലെ അവർ നിയമഗ്രന്ഥം പരിശോധിച്ചു. എന്നെഴുന്നേറ്റെന്നേ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയാ. ഈ സമയത്ത് കർത്താവിൻ്റെ കരുണയെ അപേക്ഷിച്ച് നമ്മൾ ആരാധന നടത്തി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒത്തിരി പ്രയാസങ്ങളും വേദനകളായിട്ട് വന്നിരിക്കുന്ന മക്കൾ ഈ കൂട്ടായ്മയിലുണ്ട്. അവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. ഈ ആലയത്തിലേക്ക് വന്നിട്ടുള്ള, ഈ ദിവസങ്ങളിലെല്ലാം വന്നിട്ടുള്ള നിയോഗങ്ങളെല്ലാം കർത്താവിന് സമർപ്പിച്ച് ആരാധന നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്നു മുതൽ നമ്മുടെ ലൈവ് സംപ്രേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദൂരങ്ങളിലിരുന്ന്, പല രാജ്യങ്ങളിലിരുന്ന് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഈ ആരാധനയെ സമർപ്പിക്കുകയാണ്. നമുക്ക് ഈ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങണം. നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ മൗണ്ട് കാർമലിൻ്റെ അൾത്താരയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ വളരെ ഗൗരവത്തോടെ പ്രാർത്ഥിക്കണം. ശാന്തമായിട്ടിരുന്ന ഈ സമയത്ത് ആരാധനയ്ക്ക് മുമ്പ് നമുക്ക് നിങ്ങളിരുന്നോ. കുറച്ച് അറിയിപ്പുകൾ നിങ്ങൾക്ക് തരും. ഇനി ഈ ആഴ്ചകളിൽ വരാൻ പോകുന്ന കാര്യങ്ങളിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയിപ്പ് തരും.
അതിനുശേഷം നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കും. ആരാധനയുടെ സമയത്ത് നമ്മൾ ഇത്തിരി സമയം എടുത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒത്തിരി മേഖലകൾ നമുക്ക് സമർപ്പിക്കാനുണ്ട്. നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ആ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട, കർത്താവ് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ അനുഗ്രഹിച്ച് സഹായിച്ച് സന്തോഷത്തോടെ മടക്കി അയക്കും. ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായിട്ട് നമ്മളെ സമർപ്പിക്കണം. ഈശോയുടെ സ്നേഹത്തിൽ നമ്മൾ ആശ്രയിക്കണം. അങ്ങനെ ഈ നാളുകളിൽ നമ്മൾ ചെയ്യേണ്ട പ്രത്യേക ഒരു കാര്യം, പ്രത്യേകിച്ച് തിരുസഭയ്ക്ക് വേണ്ടി പരിഹാരം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്നാ ഗുണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമല്ലാതായി മാറും. അതാണ് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ സഭയ്ക്കകത്ത് ആരുണ്ട്? നമ്മളുമുണ്ട്. ആ സഭയ്ക്കകത്ത് നമ്മളുമുണ്ട്. അപ്പോൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ നിയോഗങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ കർത്താവ് ഈശോ മിശിഹാ ഏറ്റെടുക്കും. ഒരുപാട് ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കുമ്പോൾ വെറുതെ ഇരുന്ന് വായിക്കാതെ അതിൻ്റെ പശ്ചാത്തലമായിട്ട് ഉപവാസം എടുക്കണം, പരിത്യാഗം ചെയ്യണം, പ്രാർത്ഥിക്കണം, എന്നിട്ട് ബൈബിൾ വായിക്കണം.